സദസ്സിലെയും ആദരണീയരെ, സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഒരു അധ്യാപകനെ ആദരിക്കേണ്ടത്? പ്രത്യേകിച്ച് അധ്യാപകർക്കുള്ള വില കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് അതിൽ കുറച്ച് അധ്യാപകർക്കും പങ്കില്ലാതെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നല്ലൊരു അധ്യാപകനെ എങ്ങനെ ആദരിക്കാം, അദ്ദേഹത്തിൻ്റെ സ്മരണ എങ്ങനെ നിലനിർത്താം? പലപ്പോഴും പല ദിക്കുകളിലും ചെയ്യുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം യോഗം കൂടുകയും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയും അങ്ങനെ കാലം കഴിയുന്തോറും അദ്ദേഹത്തിനെ ഓർക്കുന്ന ആളുകൾ ഇല്ലാതെയാകുന്നതോടെ ആ സ്മരണയും ഇല്ലാതെയാകുന്ന രീതിയിൽ ഉള്ള ആദരവ് സാധ്യമാണ്. അത് വളരെ സാധാരണവുമാണ്. പക്ഷേ ഈ ഒരു ആദരവിൻ്റെ സ്വഭാവം എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു, വ്യത്യസ്തവുമാണ്. ശശിമാഷയെ പോലെയുള്ള ഒരാൾ, ഞാൻ വളരെ കുറച്ചേ അദ്ദേഹത്തിനെ നേരിട്ട് 1-2 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. അടുത്ത് പരിചയപ്പെടാനോ അല്ലെങ്കിൽ ഇടപഴകാനോ ഉള്ള അവസരങ്ങളും വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. അധികവും കേട്ടുകേൾവിയാണ് ഉള്ളത്. പക്ഷെ വളരെ നല്ലൊരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അത്യന്തം ശ്രദ്ധ പുലർത്തുന്ന, അല്ലെങ്കിൽ അവരെ അവരുടെ വഴിയിൽ നയിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരു അധ്യാപകനെ ഇതിലേറെ നന്നായി സ്മരിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ശ്രീവത്സൻ ചെറുതായി സൂചിപ്പിച്ചു, അധ്യാപകർക്ക് ഉള്ളൊരു ചെറിയ കുസൃതിയുണ്ട്. വിദ്യാർത്ഥികൾ വിജയം കൈവരിക്കുമ്പോൾ അതിൻ്റെ പങ്ക് പറ്റാനും പരാജയപ്പെടുമ്പോൾ തിരിഞ്ഞു നിൽക്കാനും ചെയ്യുന്നൊരു രീതി. പങ്കുപറ്റുന്നതിലും തോൽവിയിലും പങ്കുപറ്റുന്നതിലും വലിയ തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ശശിമാഷ് ആ അർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഓർമ്മിക്കുമ്പോൾ ആ ഓർമ്മയുടെ സ്വഭാവം എന്നുള്ളത് അടുത്ത തലമുറയ്ക്ക്, വിദ്യാർത്ഥികൾക്ക്, അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക്, അവർ ജ്ഞാനമണ്ഡലത്തിനു വേണ്ടി നൽകുന്ന സംഭാവനകൾക്ക്, അവയെ പുരസ്കരിച്ചുകൊണ്ട് ശശിമാഷെ ഓർക്കുമ്പോൾ അത് ഒരധ്യാപകന് നൽകാവുന്ന ഏറ്റവും നല്ല ആദരവായിട്ട് അത് മാറുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തോടെ അവസാനിക്കുന്നില്ല എന്നും ആ പ്രവൃത്തി മറ്റൊരു നിലയ്ക്ക് അദ്ദേഹത്തിനു വേണ്ടി മറ്റുള്ളവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെയും സൂചനയാണിത്. അതുകൊണ്ട് തസ്ലീമയെ പോലെയുള്ളവർ വളരെ കരുതലോടെയായിരിക്കണം ഇത് സ്വീകരിക്കേണ്ടത്. കാരണം ശശിമാഷയെ പോലെയുള്ള ഒരാളുടെ പേരിലുള്ള പുരസ്കാരം കിട്ടുക എന്നുള്ളത് വലിയ സന്തോഷത്തിന് ഇട നൽകാൻ സാധ്യതയുണ്ട്, ഇട നൽകേണ്ടതാണ്. പക്ഷേ അതിൽ വലിയൊരു ഉത്തരവാദിത്വത്തിൻ്റെ സ്വഭാവം കൂടി അതിനകത്തുണ്ട്. ഈ പുരസ്കാരം തസ്ലീമയിലും ഗീതുവിലും ഇതിനു മുൻപ് കിട്ടിയിട്ടുള്ള ആളുകളിലും നിക്ഷേപിക്കുന്നത് ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ എന്നത് ഈ പുരസ്കാരത്തിന് അനുയോജ്യമായ വണ്ണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രതീക്ഷകളെയും അതിലംഘിക്കുന്ന വണ്ണം ഉള്ള പ്രവൃത്തി പിന്നീട് ഉണ്ടാകും എന്ന ഒരു ശുഭാപ്തിയാണ് അതിൻ്റെ പിറകിലുള്ളത്. അത് പൂർത്തീകരിക്കാൻ തസ്ലീമയ്ക്കും ഇതിനു മുൻപ് അല്ലെങ്കിൽ ഇതിനോടൊപ്പം പുരസ്കൃതരായ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പാഞ്ചജന്യത്തിനെയും ഇത് സംഘടിപ്പിച്ച എല്ലാവരോടും വലിയ നന്ദിയും ഞാൻ സൂചിപ്പിക്കുന്നു. കാരണം പലപ്പോഴും ഈ PhD വർക്ക് എന്ന് പറയുന്നത് വളരെ ഒരു തരത്തിലുള്ള താങ്ക്ലെസ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, അതൊരു ജോലിയാണത്. ഒരു സൂപ്പർവൈസർ വായിക്കും, പിന്നെ 2 എക്സാമിനർമാരോ 3 എക്സാമിനർമാരോ വായിക്കും. പിന്നെ ഇത് എന്തെങ്കിലും നിർഭാഗ്യവശാൽ ആരെങ്കിലും പ്രസിദ്ധീകരിച്ചാൽ വേറെ ഒരു 5-6 പേര് വായിക്കും. അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിലിരുന്ന് പൂത്തുപോകുവാനും പിന്നീട് വരുന്ന PhD-കാർക്ക് മോഷ്ടിക്കുവാനുമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് അത് മാറുകയും ചെയ്യും. അതിന് പകരം ഈ പുരസ്കാരങ്ങൾ ചെയ്യുന്നത്, ഈ പുരസ്കാരം പ്രത്യേകിച്ചും ആദ്യത്തേതാണ്, അത് ചെയ്യുന്നത് ആ കൃതി വായിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും അത് മറ്റൊരു വിധത്തിൽ സമൂഹത്തിലേക്ക്
അത് കൊടുക്കുവാനുള്ള ഒരു 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 വഴി തുറന്ന് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനമാണ്. കാരണം അക്കാഡമിക്സ് എന്നുള്ളത്, അക്കാദമിക ജോലി സമൂഹത്തിൽ നിന്നും എത്രയോ അകലത്തിലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇതിനെ രണ്ടിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഈ ഒരു ശ്രമം വളരെ പ്രധാനമാണ്. ഞാൻ അതുകൊണ്ട് ഇവരെ അഭിനന്ദിക്കുകയല്ല, അവരുടെ കൂടി ഭാഗമായ ഒരാളെന്ന നിലയ്ക്ക് ഞാൻ അവരോട് പ്രത്യേകമായി നന്ദി പറയുന്നു. തസ്ലീമയുടെ ഈ ഡിസർട്ടേഷനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ മുൻപോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് തസ്ലീമ എന്നോട് ചോദിച്ചു, അവിടെ പ്രിൻസിപ്പളിൻ്റെ റൂമിലിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, അല്ല മാഷത് വായിച്ചോ എന്ന് ചോദിച്ചു. ആ ചോദ്യം തെറ്റില്ല. എന്താ വെച്ചാൽ ആ ചോദ്യം ചോദിക്കേണ്ടതാണ്. പലപ്പോഴും പുരസ്കാരങ്ങൾ ജൂറി വായിച്ചു നോക്കിയിട്ടൊന്നുമല്ല കൊടുക്കുന്നത് എന്ന വളരെ എല്ലാവർക്കും അറിയുകയും ആരും പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു അപ്രിയ സത്യമുള്ളത് കൊണ്ട് മാഷത് വായിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്താ അങ്ങനെ ചോദിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ തസ്ലീമ പറഞ്ഞു, അല്ല കുറേ അധികം പേജുണ്ടേ, അതുകൊണ്ട് മാഷത് വായിച്ചോ എന്ന് ചോദിച്ചു. മാഷ് വായിച്ചു എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. ഈ മാഷ് ഇത് വായിക്കുന്ന ഒരു സാഹചര്യം എന്നതാണ്, പ്രത്യേകിച്ച് അതിനു മുൻപ് സുനിലും അജയനും മ്യൂസും വിശദമായി അത് വായിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ അവർ ചെറിയ രീതിയിൽ സൂചിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാനത് വായിച്ചത്. പക്ഷേ അത് വായിക്കുകയുണ്ടായി. അതിൻ്റെ പ്രാധാന്യം എന്നത് നിരഞ്ജനോട് ചെറുതായിട്ടത് സൂചിപ്പിച്ചു. അത് ആ വിധികർത്താക്കൾ നൽകിയിട്ടുള്ള ആ റെക്കമെൻഡേഷനിൽ പറഞ്ഞിരിക്കുന്നതാണ്. സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, കവിതയുടെ കാര്യത്തിലും ചിത്രകലയുടെ കാര്യത്തിലും നാടകത്തിൻ്റെ കാര്യത്തിലും പൊതുവെ അവതരണ കലകളുടെ കാര്യത്തിലും എല്ലാ കലകളുടെ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അവയുടെ രൂപത്തെ, ഫോം എന്ന് പറയുന്നതിനെ വേണ്ട പോലെ വിധിയാം വണ്ണം അവയ്ക്ക് അനുയോജ്യമായ വണ്ണമുള്ള വിശകലന സമ്പ്രദായങ്ങൾ വികസിപ്പിക്കുവാൻ മലയാളത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നൊരു സംഗതിയാണ്. പ്രമേയപരത എന്നത് മലയാളത്തിൻ്റെ മറ്റു പല ദിക്കിലും ഉള്ളപ്പോൾ തന്നെ പ്രത്യേകിച്ച് മലയാള വിമർശനത്തിൻ്റെ വലിയൊരു ബാധ്യതയായിട്ട്, വലിയൊരു ഭാരമായിട്ട് മാറിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജി ശങ്കരപ്പിള്ള നാടകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, രണ്ട് തരം ഭാഷകളുണ്ട്. ഒന്ന് നാടകത്തിലെ ഭാഷ, മറ്റൊന്ന് നാടകത്തിൻ്റെ ഭാഷ. ഈ വിഭക്തികൾ വളരെ ചെറുതാണ്, ലേ ഡേ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവ തമ്മിലൊരു ലോകത്തിൻ്റെ വ്യത്യാസമുണ്ട്. നാടകത്തിലെ ഭാഷ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ്, ആ നാടകകൃതി, അതിലുപയോഗിക്കപ്പെടുന്ന വാക്കുകൾ ആണ് എന്നുണ്ടെങ്കിൽ നാടകത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നാടകത്തിൽ ഉപയോഗിക്കുന്ന സമസ്ത വ്യവഹാരങ്ങളുടെയും പ്രയോഗങ്ങളുടെയും അതിൻ്റെ ഇടത്തിൻ്റെയും അതിൻ്റെ വെളിച്ചത്തിൻ്റെയും അതിൻ്റെ ശബ്ദവിധാനങ്ങളുടെയും അതിൻ്റെ ദൃശ്യപരതയുടെയും ഈ ഓഡിയൻസും ഈ നടന്മാരും നടികളുമായിട്ടുള്ള ഇടപഴകലിൻ്റെയും എല്ലാം ഉൾക്കൊള്ളുന്ന സമഞ്ജസമായൊരു ഭാഷയാണ്. അതിൽ നാടകത്തിലെ ഭാഷ ഈ നാടകത്തിൻ്റെ ഭാഷയുടെ ഒരു ഘടകം മാത്രമാണ്. ഒരു ഘടകം എന്നത് ഒരുപക്ഷെ പലപ്പോഴും വളരെ ചെറിയ ഒരു ഘടകം മാത്രമായി പോകുന്നു. പിൻറ്ററിൻ്റെയും ബെക്കൻറ്റിൻ്റെയും ഒക്കെ നാടകങ്ങൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ആ ഭാഷ തന്നെ ഇല്ലാതെയായി പോകുന്നു. നാടകത്തിലെ ഭാഷ എന്ന് പറയുന്ന ഭാഷ തന്നെ ഇല്ലാതെയായി പോകുന്നു. സിനിമയിലാണ് ഒരുപക്ഷെ ഇത് ഏറ്റവും വൃത്തിയായി, ഏറ്റവും ശക്തമായി നമുക്ക് കാണാൻ കഴിയുക. കാറ്റ്ലിൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ പോളണ്ടിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായിരിക്കുന്ന അവസ്ഥയിൽ ആ കാലത്തുണ്ടായ അതിഭീകരമായ കൊലകളുടെ, അല്ലെങ്കിൽ ആരും അംഗീകരിക്കാതെ നടന്ന കൊലകളുടെ ആ ഒരു പ്രമേയത്തെക്കുറിച്ചുള്ള സിനിമയിൽ ഏറ്റവും കൂടുതൽ ശബ്ദായമാനമായി മാറുന്നത്, ശബ്ദായമാനം എന്നാണോ പറയേണ്ടത്, ഇവോക്കേറ്റീവ് എന്നാണോ പറയേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മളെ മഥിക്കുന്നത് അതിൽ നിശബ്ദതകളാണ്, ശബ്ദമില്ലായ്മയാണ്, ഭാഷയില്ലായ്മയാണ്. അവിടെ കാഴ്ച കൊണ്ട് അല്ലെങ്കിൽ കേൾവിയുടെ ഇല്ലായ്മ കൊണ്ട് വലിയൊരു കേൾവി ഉണ്ടായിത്തീരുന്ന വലിയ മാറ്റൊലികളുടെ സീക്വൻസുകൾ അതിൽ വരുന്നുണ്ട്. തസ്ലീമയുടെ വർക്കിൻ്റെ പ്രാധാന്യം എന്നത്, നമ്മളിതിൽ സങ്കേതങ്ങളെക്കുറിച്ച് പറഞ്ഞു, ആ സങ്കേതങ്ങളിൽ നിന്നും ഉപരിയായി സങ്കേതങ്ങളിലൂടെ
സിനിമയുടേതായ സങ്കേതങ്ങളിലൂടെ, സിനിമയ്ക്ക് മാത്രം പ്രാപ്യമായ സങ്കേതങ്ങളിലൂടെ, ദൃശ്യപരതിയിലൂടെ, അതിൻ്റെ ക്യാമറയുടെ പ്രയോഗങ്ങളിലൂടെ, അതിൻ്റെ ശബ്ദവിധാനങ്ങളിലൂടെ ഏത് രീതിയിലാണ് ഈ ഒരു സിനിമ അതിൻ്റേതായ, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ, ജോർജിൻ്റെ സിനിമകൾ ഏത് രീതിയിലാണ് സ്വതസിദ്ധമായൊരു ഭാഷ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നും ആ ഭാഷയിലൂടെ എങ്ങനെ അർത്ഥങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു എന്നതും വളരെ ഗൗരവമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ പ്രാധാന്യം. പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയുന്നില്ല, അത്തരമൊരു വിജയത്തിൻ്റെ ആവശ്യവുമില്ല. അത്തരമൊരു ശ്രമത്തിന് ആ ഒരു ശ്രമം ആരംഭിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ റിസ്ക്കാണ് അതിലെടുക്കുന്നത്. തസ്ലീം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറയാം, വലിയ റിസ്ക്കാണ് എടുക്കുന്നത്. മറുവശത്ത് വളരെ എളുപ്പത്തിൽ ചതുരവടിവാർന്ന വേണ്ട രീതിയിലുള്ള കള്ളികളിൽ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് മെത്തഡോളജി അനുസരിച്ച് ഒരു ആമുഖവും പിന്നെ 4 ചാപ്റ്ററുകളും ഒരു കൺക്ലൂഷനുമായിട്ടൊരു PhD എഴുതുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് PhD കിട്ടുകയും ചെയ്യും ഇന്ന് കേരളത്തിലെ ഒരുവിധം ഏത് യൂണിവേഴ്സിറ്റിയിലും. അത്തരത്തിൽ സർവ്വസാധാരണമായ എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു കാര്യത്തിന് പകരം സ്വയം തന്നെ തലയിൽ ഭാരമേറ്റി വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്, അത്തരമൊരു ഉദ്യമം ആരംഭിച്ചു എന്ന് പറയുന്നത് തന്നെ അവിടെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറ്റ് നീഡ് നോട്ട് നെസസറിലി ബി എ വിക്ടറി. അതാവശ്യമില്ല, അത് പിന്നീടാണ് വരുന്നത്. കാരണം PhD തീസിസ് എന്ന് പറയുന്നത് ഒരു അന്ത്യമല്ല, അത് ഒരവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്. ഒരു ഗവേഷണ സബര്യയുടെ, ഒരു ഗവേഷണ കരിയറിൻ്റെ, അധ്യാപനവും ഗവേഷണവും കൂടി ഒരുമിച്ച് പോകുന്ന അത്തരമൊരു കരിയറിൻ്റെ തുടക്കമാണ് ഒരു PhD വർക്ക് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു നല്ല തുടക്കം കുറിച്ചു എന്നുള്ളതിൽ തസ്ലീമയെ ഞാൻ അഭിനന്ദിക്കുന്നു, ഗീതുവിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് കൂടുതൽ കരുത്തുകളിലേക്ക്, കൂടുതൽ ഉൾക്കാഴ്ചകളിലേക്ക്, മറ്റൊരു നിലയ്ക്ക് മലയാളത്തിൻ്റെ ഗവേഷണ മേഖലയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകളിലേക്ക് എത്തട്ടെ എന്നും ഞാൻ ഹൃദയപൂർവ്വം ആശംസിച്ചുകൊള്ളുന്നു. നിരഞ്ജൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ പ്രഭാഷണം, അതിൻ്റെ ശീർഷകം സാംസ്കാരിക വിമർശം കൊണ്ട് ഇന്ന് എന്ത് പ്രയോജനം എന്നാണ്. ആ ഒരു ശീർഷകം കേൾക്കുന്ന ചിലർക്കെങ്കിലും ഇതേപോലെ മറ്റൊരു ചോദ്യം ഉടൻ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അത് സക്കറിയ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ച ചോദ്യമാണ്. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും റെട്ടോറിക്കൽ ചോദ്യങ്ങളാണ്. കൃത്യമായ ഒരു ഉത്തരം ഉദ്ദേശിച്ചുകൊണ്ട് അതിന് പ്രയോജനമുണ്ടെന്നോ ഇന്ന പ്രയോജനങ്ങളുണ്ട് എന്ന് സ്ഥാപിച്ചു കിട്ടുന്ന ഒരു മറുപടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല, മറിച്ച് ഒരാശ്ചര്യജനകമായ ഒരു പ്രത്യേക രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ചോദ്യമായിട്ട് തന്നെയാണ് സക്കറിയ അന്നിത് ചോദിച്ചത്, ഇന്നും ഇത് ചോദിക്കപ്പെടുന്നത്. ഈ ചോദ്യത്തിനുള്ളിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ അതിൽ ഉച്ചരിക്കപ്പെടാതെ നിൽക്കുന്നത് ചരിത്രത്തെക്കുറിച്ചുള്ളൊരു ബോധമാണ്. ഇന്ന് എന്താണ് സാംസ്കാരിക പഠനം കൊണ്ട്, സാംസ്കാരിക വിമർശനം കൊണ്ട് പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ, മുൻപ് പ്രയോജനമുണ്ടായിരുന്നോ? ആ പ്രയോജനത്തിൽ നിന്ന് ഇന്ന് വ്യതിചലിച്ച് മറ്റൊരു രീതിയിലേക്ക് സാംസ്കാരിക പഠനം മാറിക്കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം വരുന്നു. സക്രിയയുടെ ചോദ്യത്തിലുമുണ്ട് അത്തരമൊരു ധ്വനി. ഒരു ഭൂതകാലത്തെക്കുറിച്ച്, ആ ഭൂതകാലത്തുണ്ടായിരുന്ന സാധ്യതകളെക്കുറിച്ച്, ആ ഭൂതകാലത്ത് ഉണ്ടായിരുന്ന നിലനിന്നിരുന്ന ചില വ്യവസ്ഥകളെക്കുറിച്ച്, അതിൽ നിന്നുമുള്ള വ്യതിചലനം എന്ന നിലയ്ക്കാണ് ഇന്ന് ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് സക്കറിയ ചോദിച്ചത്. അത്തരമൊരു ചരിത്രപരമായ ചോദ്യം ഉന്നയിക്കാം എന്നത് തന്നെയാണ് എൻ്റെയും ഇന്നത്തെ ഉദ്ദേശം. ആ ഒരു ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചെറിയൊരു കഥ പറഞ്ഞു തുടങ്ങാം എന്ന് തോന്നുന്നു. എനിക്ക് 63 വയസ്സായി. ഞാൻ 10ാം ക്ലാസ് പാസ്സാവുന്നത് 1978 അതിന് തൊട്ട് പിന്നാലെ മഹാരാജാസ് കോളേജിൽ ചേരുമ്പോൾ എമർജൻസി കഴിഞ്ഞ് എമർജൻസിക്ക് ശേഷമുണ്ടാകുന്ന കാലത്താണ് ഞാൻ മഹാരാജാസ് കോളേജിൽ ചേരുന്നത്.
അന്ന് ആ കോളേജിൽ ചേർന്നപ്പോൾ വളരെ പ്രചാരത്തിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു കഥയുണ്ട്. എമർജൻസി കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം, പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം എന്നത് അസാധ്യമായിരുന്ന ഒരു കാലത്ത്, മാത്രമല്ല വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ക്ലാസ്സുകൾ നടക്കുക, ട്രെയിനുകൾ കൃത്യമായി ഓടിയിരുന്നൊരു കാലമാണല്ലോ അത് ഓർക്കണം. ബസ്സുകളും ട്രെയിനുകളും കൃത്യമായി ഓടിയിരുന്നൊരു കാലമായിരുന്നു. അതുപോലെ ക്ലാസ്സുകളും കൃത്യമായി നടന്നിരുന്ന ഒരു കാലമായിരുന്നു അന്ന്. ആ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമായിരുന്നതുകൊണ്ട് അന്നത്തെ അവിടുത്തെ ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ചെയ്തിരുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള കളിയായിരുന്നു. അവർ സ്വന്തം പേരിലല്ലാതെ പ്രശസ്തരായ എഴുത്തുകാരുടെ, പ്രശസ്തരായ കവികളുടെ വളരെ പ്രസക്തമായ ചില കവിത അല്ലെങ്കിൽ എഴുത്തുഭാഗങ്ങൾ നോട്ടീസാക്കിയിട്ട് അതിരാവിലെ ക്ലാസ്സുകളിൽ കുട്ടികൾ എത്തുന്നതിന് മുൻപ് മേശപ്പുറത്ത് ഈ നോട്ടീസുകൾ വിതരണം ചെയ്തിരുന്നു. അവിടെ വെച്ച് പോകുന്നു. അതിൽ ഏകാധിപത്യത്തെക്കുറിച്ചും സമഗ്രാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ചും ഒക്കെയുള്ള വളരെ പ്രസക്തമായ വരികളും ആശയങ്ങളുമാണ് അവയിൽ ഉൾക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ ഒരിക്കൽ ബെർത്തോൾട്ട് ബ്രെഖ്ത് എന്ന പ്രസിദ്ധനായ ജർമ്മൻ നാടകകൃത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം പലർക്കും പരിചയമുള്ളതായിരിക്കും. ഈ നഗരത്തിന് എന്തു പറ്റി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതാഭാഗം. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ വായിക്കാം. അതിൻ്റെ ഒരു മലയാള പരിഭാഷയായിട്ടാണ് അന്ന് നോട്ടീസ് അടിച്ചത്. Unhappy men, your brother is assaulted and you shut your eyes. He is hit and assaulted and you are silent. What sort of a city is this? നിങ്ങളുടെ സഹോദരൻ ആക്രമിക്കപ്പെടുന്നു, നിങ്ങൾ മൗനമായിരിക്കുന്നു. എന്ത് തരത്തിലുള്ളൊരു നഗരമാണിത് എന്നാണ് ചോദിക്കുന്നത്. What sort of people are you? When injustice is done, there should be revolt in the city. And if there is no revolt, it were better that the city should perish in fire before the night falls. ഒരു അനീതി ഈ പട്ടണത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരമാകുന്നതിന് മുൻപ് അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു കലാപം ഈ പട്ടണത്തിൽ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പട്ടണം കത്തിയെരിയുന്നതാണ് നല്ലത്. ഈ ഒരു കവിതാശകലം നോട്ടീസായിട്ട് അവിടെ ക്ലാസ്സുകളിൽ വിതരണം ചെയ്തു. ആർക്കും അറിയില്ല ആരാണ് ഇത് വിതരണം ചെയ്തത് എന്നുള്ളത്. അന്ന് ഉച്ചയായപ്പോഴേക്കും ഈ അടിയന്തരാവസ്ഥയെ പിന്താങ്ങുന്ന വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഒരു സംഘം ഇത്തരമൊരു വളരെ ദേശവിരുദ്ധമായ, രാജ്യവിരുദ്ധമായ ഒരു നോട്ടീസ്, ഈ വാക്കുകൾക്കൊക്കെ ഇന്ന് വളരെ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ്, ദേശവിരുദ്ധവും രാജ്യവിരുദ്ധവുമായ ഒരു നോട്ടീസ് ഇവിടെ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസിനെ അറിയിക്കുകയും പോലീസ് അവിടെ എത്തുകയും അവർ നോക്കിയപ്പോൾ ഇങ്ങനൊരു കവിതാശകലവും മുകളിൽ ബെർത്തോൾട്ട് ബ്രെഖ്ത് എഴുതിയിട്ടുണ്ട്. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഒരാളെ വേഗം വിളിച്ചു. നീയാണോ ബെർത്തോൾട്ട് ബ്രെഖ്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ആദ്യം അല്ല സർ, ഞാൻ അല്ല ബെർത്തോൾട്ട് ബ്രെഖ്ത്. പിന്നെ അവനാണോ ബെർത്തോൾട്ട് ബ്രെഖ്ത് എന്ന് വേറൊരാളെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ മൂന്നാമതൊരു മറുപടി പറഞ്ഞു, അല്ല സർ, ബ്രെഖ്ത് മട്ടാഞ്ചേരിക്കാരനാണ് എന്ന് പറഞ്ഞു. ഇതവിടെ തമാശയായിട്ട് പറയുന്ന കഥയാണ്, ധാരാളം കേട്ടിട്ടുള്ള കഥയാണ്. ഒരു വശത്ത് ബഹുമാന്യരായ നിയമപാലകരുടെ അതികുശാഗ്രമായ ബുദ്ധിയെക്കുറിച്ചും അറിവിനെക്കുറിച്ചും, വേറൊരു വശത്ത് അടിയന്തരാവസ്ഥയെ പിന്താങ്ങിയിരുന്ന വിദ്യാർത്ഥികളുടെയും കുശാഗ്ര ബുദ്ധിയെക്കുറിച്ചും വളരെ ഭംഗിയന്തരേണ പറയുന്ന ഒരു കഥയാകുമ്പോൾ തന്നെ ആ കഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്നത് അസാധ്യമായി മാറുന്ന കാലങ്ങളിൽ എന്തായിരിക്കാം എതിർപ്പിൻ്റെ, പ്രതിപക്ഷത്തിൻ്റെ, വിമർശനത്തിൻ്റെ സ്വഭാവം എന്നത് വളരെ പ്രധാനമായി മാറുന്ന ഒരു സാഹചര്യം. പലപ്പോഴും ബ്രെഖ്ത് മട്ടാഞ്ചേരിക്കാരനാണ് എന്ന് പറയുന്നതിലും ഒരർത്ഥമുണ്ട്. ഇവിടെയുള്ളവനല്ല ബ്രെഖ്ത്, അവിടെയുള്ളവനാണ്. ഇവനല്ല, അവനാണ്. ഞാനല്ല, അവനാണ് എന്ന് പറയുമ്പോൾ ഞാനല്ലാതെയാക്കി അവനാക്കി മാറ്റുന്ന, എൻ്റേതല്ല എന്ന സൂചനയോടെ മറ്റുള്ളവൻ്റെയാണ് എന്ന് തോന്നലുളവാക്കുന്ന രാഷ്ട്രീയം മറ്റൊരു ഭാഷയിൽ സംസാരിക്കുന്ന കൃത്യമായ ഒരു അവസരത്തെക്കുറിച്ചാണ് അവിടെ വരുന്നത്. എനിക്ക് ഞാനായി സംസാരിക്കാൻ കഴിയാത്ത കാലത്ത്
എനിക്ക് എൻ്റെ ശബ്ദത്തിലൂടെ, എൻ്റെ സ്വരത്തിലൂടെ എൻ്റെ ആശയങ്ങൾ വിനിമയം ചെയ്യാൻ കഴിയാതെ വരുന്ന കാലത്ത് എനിക്ക് മറ്റുള്ളവരുടെ സ്വരം കടമെടുക്കേണ്ടി വരും. എനിക്ക് മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ, വാക്യങ്ങളിലൂടെ സംസാരിക്കേണ്ടി വരും. എനിക്ക് മറ്റുള്ള ചിലരായി മാറേണ്ടി വരും. എറണാകുളത്തുകാരനായ എനിക്ക് മട്ടാഞ്ചേരിക്കാരനാവേണ്ടി വരും. ചിലപ്പോൾ ഇന്ത്യക്കാരനായ എനിക്ക് ജർമ്മൻകാരനാകേണ്ടി വരും. ഈ ഒരു കൂടുമാറ്റം എന്നത്, ചുവട് മാറ്റം എന്നത്, രാഷ്ട്രീയത്തിൽ നിന്നും സംസ്കാരത്തിലേക്കുള്ള ചുവടുമാറ്റം എന്നത് രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയപരമായ ആശയങ്ങളെ തന്നെ സംവദിക്കുവാനായി, അവയെ വിനിമയം ചെയ്യുവാനായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമായി സംസ്കാരം മാറുന്ന ഒരു കാലത്തിൻ്റെ സൂചനയാണ് യഥാർത്ഥത്തിൽ ആ കഥയിൽ വരുന്നത്. എന്തുകൊണ്ടാണ് അത് നമുക്കിവിടെ പ്രധാനമാകുന്നത് എന്ന് ചോദിച്ചാൽ, ആ മുഹൂർത്തം, ആ സാഹചര്യം, ആ ചരിത്രപരമായ സന്ധി തന്നെയായിരുന്നു കേരളത്തിൽ സാംസ്കാരിക പഠനത്തിൻ്റെ, അല്ലെങ്കിൽ അന്നതിന് പേരിട്ട് വിളിച്ചത് സാംസ്കാരിക വിമർശത്തിൻ്റെ ജനനത്തിൻ്റെ കാലം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിയന്തരാവസ്ഥയുടെ കാലത്ത് അതിന് തൊട്ടു മുന്നായി വളരെ തീവ്രമായ ഇടതുപക്ഷ സംഘങ്ങൾ കേരളത്തിൽ ശക്തമായി വരികയും ഒരുപക്ഷെ വലിയൊരു സാമൂഹിക പരിണാമം, സാമൂഹിക മാറ്റം സാധ്യമാണ് എന്ന് മനുഷ്യ മനസ്സുകളിൽ തോന്നൽ ഉളവാക്കുകയും ചെയ്ത ഒരു കാലത്തിന് ശേഷം ആ മുന്നോട്ടു പോക്കെല്ലാം പിന്നോക്കം പോയിക്കൊണ്ട് രാഷ്ട്രീയപരമായ മുന്നേറ്റം അസാധ്യമാണ് എന്നായിത്തീർന്ന ഒരു കാലത്ത്, രാഷ്ട്രീയം സംസാരിക്കുവാൻ സാധ്യമല്ലാതെയായി തീർന്നൊരു കാലത്ത് സംസ്കാരത്തിലൂടെ സംസാരിക്കുകയും സംസ്കാരം എന്നുള്ളത് പ്രധാനമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണാൻ കഴിയും. ഈ പ്രാധാന്യം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അത് കേരളത്തിൽ മാത്രമല്ല സംഭവിച്ചത് എന്നതുകൊണ്ടാണ്. നമ്മൾ പാശ്ചാത്യ യൂറോപ്പിൽ സംസ്കാര പഠനത്തിൻ്റെയും സംസ്കാര വിമർശനത്തിൻ്റെയും ജനനകാലം നോക്കുകയാണെങ്കിൽ വളരെ സമാനമായ, വളരെ സദൃശമായ ഒരു സാഹചര്യം അവിടെയും നമുക്ക് കാണാൻ കഴിയും. 1968 ഡിഗോൾസ് സർക്കാരിനെതിരെ ഫ്രാൻസിൽ അതിശക്തമായി വിദ്യാർത്ഥികളും തൊഴിലാളികളും കൂടിച്ചേർന്ന് നടത്തിയ സമരം, അത് വളരെ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കുമെന്നും പുതിയ തരത്തിലൊരു ജനാധിപത്യത്തെ സുസ്ഥാപിതമാക്കും എന്നും ഉള്ള പ്രതീക്ഷയുണ്ടായപ്പോൾ, പക്ഷേ 6 മാസത്തിന് ശേഷം പാശ്ചാത്യ സർക്കാരുകളെല്ലാം കൂടി ചേർന്ന് ആ ഒരു പ്രക്ഷോഭത്തെ, ആ കലാപത്തെ അടിച്ചമർത്തുകയും, ഒന്ന് ആലോചിക്കണം, 1968 പാരീസിൽ ആരംഭിച്ച ആ കലാപങ്ങൾ പാശ്ചാത്യ നാടുകളിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും, എല്ലാ വിദ്യാലയങ്ങളിലും പടർന്നു പിടിക്കുകയും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ, ഓക്സ്ഫോർഡിൽ, കേംബ്രിഡ്ജിൽ, അമേരിക്കയിലെത്തിയപ്പോൾ അത് വിയറ്റ്നാം വാറിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമായിട്ട് മാറുന്നു. എന്തിന്, ഇന്ത്യയിൽ വരെ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ബോംബെ യൂണിവേഴ്സിറ്റിയിലും വരെ പടർന്നു പോകുന്ന ഒരർത്ഥത്തിൽ ആഗോളമായ തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾ വളരെ പ്രത്യക്ഷമായ രാഷ്ട്രീയപരമായ നിലപാടെടുക്കുകയും ജനാധിപത്യപരമായ സാധ്യതകൾക്ക് വേണ്ടി ശക്തമായി ഇടപെടുവാൻ ശ്രമിക്കുകയും ചെയ്ത ആ ഒരു കാലം, അതാണ് ഗോദാർദിൻ്റെ കാലം. അതാണ് കുമാർ ഷാഹിനി ഗോദാർദിൻ്റെ ശിഷ്യനായി അവിടെ ഉണ്ടാവുകയും തിരിച്ചിവിടെ വന്ന് നിയോ സിനിമ എടുക്കുകയും ചെയ്യുന്ന കാലം. സിനിമയുടെ പൂക്കാലം എന്ന് വിളിക്കാമെന്നുണ്ടെങ്കിൽ വലിയൊരു പുഷ്പം വിടർന്നുദിക്കുന്ന പോലെ ഗോദാർദ് പുതിയ സാധ്യതകൾ അന്വേഷിച്ചു പോകുന്ന ആ ഒരു കാലം തന്നെയാണ്. ആ കാലം കഴിഞ്ഞ് അത്തരമൊരു സാധ്യതകളെല്ലാം ഇരുളടഞ്ഞു മാറുകയും പഴയ സർക്കാരുകൾ കൂടുതൽ ശക്തമായി, പഴയ അധീശ വ്യവസ്ഥ അതിലേറെ ശക്തിയായി മാറുകയും തിരിച്ചു വരികയും ഡീഗോൾ വീണ്ടും ഫ്രാൻസിൻ്റെ പ്രൈം മിനിസ്റ്ററായി പൂർവാധികം കരുത്തോടുകൂടി തിരിച്ചു വരികയും ചെയ്ത ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് അസാധ്യമായി മാറുന്നു. ഈ അസാധ്യമായി മാറുന്ന ഘട്ടത്തിലാണ് വളരെ ഗൗരവമായി തന്നെ സംസ്കാരത്തിലേക്കുള്ള തിരിവ്, അല്ലെങ്കിൽ നോട്ടത്തിൻ്റെ തിരിവ് എന്നതുണ്ടായിത്തീരുന്നത്. അതിനു മുൻപ് തന്നെ, ഒരുപക്ഷെ 40കളിൽ, അതിനു മുൻപ് തന്നെ, 2ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് തന്നെ അഡോണോവും ഹോക്ക്ഹൈമറും മറ്റും, വോൾട്ടർ ബെന്യാമിനും മറ്റും, സംസ്കാരം എന്നത് മാർക്സിസ്റ്റ് വിമർശനത്തിൻ്റെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സെക്കൻഡറി ആയിട്ടുള്ള
രണ്ടാം തലത്തിലുള്ള ഒരു വ്യവഹാരമാണ് എന്ന ബോധത്തിൽ നിന്ന് മാറിക്കൊണ്ട് സംസ്കാരം തന്നെ നിർണായകമായ ഒരു 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 ഡൊമെയിൻ ആണ്, ഒരു മണ്ഡലമാണ് എന്നും രാഷ്ട്രീയം തന്നെ നാം സംസാരിക്കുന്നത് അടിസ്ഥാനപരമായി സാംസ്കാരിക വ്യവഹാരങ്ങളിലൂടെയാണ് എന്നതുകൊണ്ടും, പ്രത്യേകിച്ച് മുതലാളിത്തം എന്നത് ഏറ്റവും ശക്തമായി അതിൻ്റെ പ്രഭാവം സ്ഥാപിച്ചെടുക്കുന്നത് സംസ്കാരത്തിലാണ് എന്ന ബോധത്തിൽ ഊന്നിയും കൊണ്ട് കൾച്ചർ എന്നതിനെ പ്രധാനമാക്കി കൊണ്ടുവരലുണ്ടായി. ആ കൊണ്ടുവരലിൻ്റെ തുടർച്ച എന്നത് മറ്റൊരു നിലയ്ക്ക് സംസ്കാര പഠനം എന്നൊരു രീതിയിലേക്ക് വരുന്നു. ഇതിൻ്റെ പ്രാധാന്യം ആലോചിക്കേണ്ടത് ഇത് ഉണ്ടാവുന്നത് യൂണിവേഴ്സിറ്റികളിലല്ല, കോളേജുകളിലല്ല, അതിനു പുറമേ നിന്നാണ്. ഒരർത്ഥത്തിൽ സംസ്കാരം പ്രധാനമാക്കി മാറ്റുന്ന, സംസ്കാര വിമർശം എന്നത് പ്രധാനമാക്കി മാറ്റിയത് അധ്യാപകരോ വിദ്യാർത്ഥികളോ ഗവേഷകരോ ആയിരുന്നില്ല എന്നും, മറിച്ച് ആക്ടിവിസ്റ്റുകളായിരുന്ന, രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെട്ടിരുന്ന പല ആളുകളും ഇത്തരമൊരു ഒരു വ്യതിയാനം വന്ന് സംസ്കാരത്തിലേക്ക് തിരിയുകയുമാണ് ഉണ്ടായത് എന്നതും പ്രധാനമാണ്. മറ്റൊരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസ് വാസ് നോട്ട് ബോൺ ഇൻ അക്കാഡമിയ, ഇറ്റ് വാസ് ബോൺ ഔട്ട്സൈഡ്. പുറമെയാണ് അത് തുടങ്ങുന്നത്. കേരളത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കേരളത്തിൽ ഈ 1978 കഴിഞ്ഞ, പ്രത്യേകിച്ച് ഈ എമർജൻസി കാലം കഴിഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം പിന്നോക്കം പോയൊരു കാലത്ത് വരുന്ന കൃതിയാണ് കലാവിമർശം എന്ന കൃതി. ചിന്താ രവീന്ദ്രൻ എഡിറ്റ് ചെയ്ത് TK രാമചന്ദ്രൻ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച NS മാധവനും സച്ചിദാനന്ദനും മുരളീധരനും ബാലചന്ദ്രൻ ചുള്ളിക്കാടും അങ്ങനെയുള്ളവർ നന്ദകുമാറും ഒക്കെ കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കലാവിമർശം എന്ന ഒരു കൃതി, അതൊരു അക്കാഡമിക് സ്ഥാപനത്തിൽ നിന്നുമല്ല വരുന്നത്, അതിൻ്റെ പുറമേ നിന്നുമാണ് വരുന്നത്. നീള പബ്ലിഷേഴ്സ് കാരിക്കാമുറിയിലുള്ള ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് അടുത്തുള്ള TK രാമചന്ദ്രൻ്റെ വീട്ടിലാണ് ഈ നീള പബ്ലിഷേഴ്സ് എന്ന് പറയുന്ന സംഗതി തുടങ്ങുന്നത്. എന്തായിരുന്നു കലാവിമർശത്തിൻ്റെ ഉദ്ദേശം? കലാവിമർശത്തിൻ്റെ ഉദ്ദേശം എന്നത് അടിസ്ഥാനപരമായി സാഹിത്യത്തെ ദ ക്വീൻ ഓഫ് ഓൾ ആർട്സ് എന്ന രീതിയിൽ പരിഗണിച്ചിരുന്ന, ലോകത്തിലെ മനുഷ്യൻ്റെ ആശയ സംവേദനത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിലെത്തി നിൽക്കുന്ന സാഹിത്യം എന്ന സങ്കല്പത്തെ തീർത്തും വിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് സംസ്കാരം തന്നെ പഠന വിഷയമാക്കുന്ന, സമഗ്രമായ പഠന വിഷയമാക്കുന്ന ഒരു രീതിയിലേക്കുള്ള ചുവടുമാറ്റമാണ് കലാവിമർശനത്തിൽ കാണുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ രവീന്ദ്രൻ എഴുതിയിട്ടുള്ള, അതിൽ യാതൊരു ബഹുമാനക്കുറവോടും കൂടിയല്ല ഞാനിത് പറയുന്നത്. രവീന്ദ്രൻ മാത്രമല്ല അത് എഴുതിയിരിക്കുന്നത്, അത് TK രാമചന്ദ്രനും രവീന്ദ്രനും കൂടി എഴുതിയിട്ടുള്ളതാണ്. ആ കാലത്ത് അതിൻ്റെ എഴുതുന്ന, ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് അവിടെ അതിൻ്റെ ചുറ്റുവട്ടത്ത് എന്താ പറയുക, ഈ പാർശ്വദർശികളായിട്ട് ഇരിക്കുന്ന 1-2 പേരുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഭക്ഷണം കിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ, അപ്പോൾ അതുകൊണ്ട് അവിടെ അടുത്ത് പോയി ഇരിക്കാറുണ്ട്. പിന്നെ എഴുതിയെടുക്കുക മുതലായ സംഗതികളൊക്കെ ആയിരുന്നു എൻ്റെ ജോലി. TK എൻ്റെ അധ്യാപകനായിരുന്നു. എൻ്റെ കലാവിമർശം എന്ന് പറഞ്ഞ് 1980 പ്രസിദ്ധീകരിക്കുകയും പിന്നെ അതിനുശേഷം വളരെ അടുത്ത് അതിൻ്റെ 2ാമത്തെ പതിപ്പ് ഇറക്കുകയും ചെയ്ത മലയാള വിമർശന മേഖലയിൽ ഒരിക്കലും ഒപ്പം നിൽക്കാൻ, വേറൊരു കൃതിക്കും ഒപ്പം നിൽക്കാൻ പറ്റാത്ത രീതിയിലൊരു പുസ്തകമാണത്. എൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. പക്ഷേ ഏതായാലും ഇത് ഒരുമിച്ച് ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ സ്വഭാവമുണ്ട്. അതിൽ ഈ മുഖവുരയിൽ, ആമുഖത്തിൽ രവീന്ദ്രൻ എഴുതുന്നു, രാഷ്ട്രീയ അടിച്ചമർത്തലിന് നിരവധി രൂപങ്ങളും പ്രായോഗിക തലങ്ങളുമുണ്ട്. പോലീസ് ലാത്തികളിലൂടെയോ വെടിയുണ്ടകളിലൂടെയോ മതഭ്രാന്തിൻ്റെ കഠാരകളിലൂടെയോ മാത്രമല്ല അവ പ്രവർത്തിക്കുന്നത്. പത്രങ്ങൾ, കലാസൃഷ്ടികൾ, മതപരമായ പ്രഭാഷണങ്ങൾ, ഭാഷയുടെ ശൈലികൾ തുടങ്ങിയ രൂപങ്ങളിൽ അവർ പലപ്പോഴും സമൂഹത്തിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. രൂപങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ പോലും ആധിപത്യവർഗങ്ങളുടെ ശക്തി സംരക്ഷിക്കുക എന്ന അവരുടെ ലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ദിശകൾ വളരെ വ്യത്യസ്തമല്ല. അവയ്ക്ക് ഒരു സംയോജിത എതിർ ആക്രമണത്തിൻ്റെ സ്വഭാവമുണ്ട്. അത് അതിൻ്റെ ഘടകങ്ങളുടെ പരസ്പര ശക്തിപ്പെടുത്തലിലൂടെ നിരന്തരം സ്വയം മൂർച്ച കൂട്ടുന്നു. 2ാമത്തെ തരത്തിലുള്ള അടിച്ചമർത്തൽ കൂടുതൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടേത്.
ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് ലൂയി അൽത്യൂസറിൻ്റെ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പറേറ്റസും റിപ്രസീവ് സ്റ്റേറ്റ് അപ്പറേറ്റസ് എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ സംജ്ഞ ഉപയോഗിച്ചുകൊണ്ട് അവലംബിച്ചുകൊണ്ട് ഒരു വശത്ത് ഭരണകൂടം നടത്തുന്ന അടിച്ചമർത്തലും മറുവശത്ത് ഐഡിയോളജിക്കൽ പ്രത്യയശാസ്ത്രപരമായ ആയുധങ്ങളിലൂടെ പ്രത്യയശാസ്ത്രപരമായ ഉപാധികളിലൂടെ അടിച്ചമർത്തൽ ന്യായീകരിച്ച് സ്വഭാവവൽക്കരിച്ച് മാറ്റിയെടുക്കുന്നൊരു പ്രക്രിയയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിൽ പത്രങ്ങളും മതപ്രഭാഷണങ്ങളും കവിതകളും കഥകളും സിനിമകളും എല്ലാം ഇത്തരമൊരു സംസ്കാര വ്യവസായത്തിൻ്റെ ഭാഗമായി മാറുകയും ആ സംസ്കാര വ്യവസായം എന്നത് അല്ലെങ്കിൽ അതിലൂടെ കൃത്യമായി അധികാരത്തിന് നമ്മെ വശംവദരാക്കാവുന്ന തരത്തിലുള്ള അധികാരത്തിൻ്റെ പ്രീണനത്തിൻ്റെ തരത്തിലുള്ള സന്ദേശങ്ങൾ അതിലൂടെ നൽകുന്നു എന്നും ആ സന്ദേശങ്ങൾ കേവലം വാക്കിൻ്റെ സ്വഭാവത്തിലല്ല എന്നും അല്ലെങ്കിൽ നാം പരിചയപ്പെടുന്ന മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന ഭാഷയിലൂടെ അല്ല എന്നും ഈ പ്രത്യേക വ്യവഹാരങ്ങളുടെ രൂപപരമായ സവിശേഷതകളിലൂടെ ഫോർമൽ ആയിട്ടുള്ള രൂപപരമായ സാങ്കേതികമായ രീതികളിലൂടെയാണ് എന്നുമുള്ളൊരു ധാരണ അവിടെ വരുന്നു. ഇവിടെ പാശ്ചാത്യ സിദ്ധാന്തത്തിൻ്റെ സഹായം ഉൾക്കൊള്ളുമ്പോഴും ഈ ഒരു ഭാഷയുടെ സ്വഭാവം തന്നെ നോക്കുകയാണെങ്കിൽ ഇത് വ്യക്തമായി മലയാളമാണ്. ഇതിൻ്റെ പ്രാധാന്യതാണ്. നമ്മൾക്ക് ഇന്നത്തെ എഴുത്തിൻ്റെ ഒരു പ്രശ്നവും അത് തന്നെയാണ്. നമ്മൾ സിദ്ധാന്തം കടമെടുക്കുമ്പോൾ അത് കടമെടുത്തതാണ് എന്ന് നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ച പോലെ തോന്നുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഇത് വളരെ സ്വാഭാവികമായി ഏതൊരു മലയാളിക്കും വായിച്ചാൽ മനസ്സിലാവിൽ മാത്രമല്ല നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ലേ, നമ്മൾക്ക് ഉള്ളിൽ തന്നെ അറിഞ്ഞു വരുന്ന ഒരു സാധ്യത തുറക്കുന്ന രീതിയിലുള്ള എഴുത്താണ് ഇത്. പുറമേ നിന്നുകൊണ്ട് ഒരു പണ്ഡിതൻ നിങ്ങളോട് കൽപ്പിച്ചരുളുന്ന ഒരു എഴുത്തല്ല ഇത്. അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തികൻ ഏതോ ഉയരങ്ങളിൽ നിന്നും 10 ശാസനങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു രീതിയിലല്ല ഇത്. മറിച്ച് ഒരു സുഹൃത്ത്, അടുത്തിരിക്കുന്നൊരു വ്യക്തി, എൻ്റെ സഹചാരി എന്നോട് പറയുന്ന രീതിയിലാണ് ഇത് പറയുന്നത്. ഇതൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നൊരു സ്വഭാവം. ഇവിടെയാണ് ഞാനിത് അക്കാഡമിക് അല്ല എന്ന് പറയാനുള്ള കാര്യം. അക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈദ്ധാന്തികമായ അതിൻ്റെ ഊർജം, അതിൻ്റെ റിഗർ എന്ന് ഞാൻ പറയട്ടെ, ആ റിഗർ നിലനിർത്തുമ്പോൾ പോലും ഈ ഭാഷയിൽ, ഈ സംവേദനത്തിൽ അത് മനുഷ്യരോട് സംസാരിക്കുന്നൊരു ഭാഷയാണ് ഉടനീളം കലാവിമർശത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ തുടർച്ചയായിട്ട് എഴുതുന്നു. ഇത് കേട്ട് കഴിയുമ്പോൾ ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന കാലത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. പത്രങ്ങളെക്കുറിച്ചാണ് ഈ ആമുഖത്തിൽ മറ്റൊരു പ്രതിപാദ്യം. തെറ്റായ വിവരങ്ങളിലും പ്രത്യയശാസ്ത്രപരമായ കൃത്രിമത്വത്തിലും തുടരാം. ഇന്ന് പത്രം വായിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? സത്യം തുറന്നു പറയൂ, ആരുമില്ലേ? കുട്ടികളാരും പത്രം വായിക്കുന്നില്ല? എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എന്താ വെച്ചാലേ, ഞാൻ നിർത്തി ഈ പരിപാടി. ഞാൻ വർഷങ്ങളോളം കൃത്യമായി പത്രം വായിച്ചിരുന്ന ആളാണ്. രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കാതെ മറ്റു പലതും നടക്കില്ല എന്നുള്ള അവസ്ഥയിൽ പത്രം വായിച്ചിരുന്ന ആളായിരുന്നു. പത്രം വായന നിർത്തി. കാരണം ഏതാ ശരി, ഏതാ ശരിയല്ലാത്തത്, എന്തെങ്കിലും ശരിയുണ്ടോ, സത്യാനന്തര കാലം, അതൊക്കെ ഒരു നല്ല പ്രയോഗമാണ്. ഇത്തരത്തിലൊരു കാലത്ത് പത്രം വായന ഞാൻ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ പത്രം വായന ഞാൻ നിർത്തിയാലും ഞാൻ പത്രം വായിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നതാണ് സത്യം. ഞാൻ നേരിട്ട് പത്രം വായിച്ചില്ലെങ്കിലും എൻ്റെ ചുറ്റുമുള്ളവർ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പുനഃപ്രകാശിപ്പിക്കപ്പെടുമ്പോൾ ഞാനും പത്രം വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്നാൽ പത്രം വായിക്കപ്പെടുന്നുണ്ട്. അത് കർമ്മണി പ്രയോഗത്തിൽ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. ഞാൻ സ്വമേധയാ വായിച്ചില്ലെങ്കിലും പത്രം എന്നെ കൊണ്ട് പത്രത്തെ വായിപ്പിക്കുന്നുണ്ട് എന്നൊരു പക്ഷെ പറയേണ്ടി വരും. ഈ ഒരു പത്രങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ, എന്താണ് മാധ്യമങ്ങൾ? ഇപ്പോൾ ഇൻഫോർടൈൻമെൻ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പല വാക്കുകളും വരുന്നുണ്ട്. എന്താണ് മാധ്യമങ്ങൾ? ഏത് രീതിയിലാണ് മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത്? ഇത് 80കളിൽ എഴുതിയിട്ടുള്ള ഒരു വാചകമാണ്. തെറ്റായ വിവരങ്ങളിലും പ്രത്യയശാസ്ത്രപരമായ കൃത്രിമത്വത്തിലും നിരന്തരം ഏർപ്പെടുന്ന പത്രങ്ങളുടെ ശക്തി ഒരു വ്യവസായത്തിൻ്റെ രൂപരേഖ എടുക്കുന്ന സംസ്കാരത്തോടൊപ്പം
നിരവധി ജനപ്രിയ കലാരൂപങ്ങളുടെ ഉയർച്ച, ഭക്തിയുടെയും മതപരമായ ആചാരങ്ങളുടെയും ഉയർന്ന ജാതി സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പുനരുജ്ജീവന സംസ്കാരത്തിൻ്റെ ഉയർച്ച, ഉയർന്ന ജാതി, ഫാസിസ്റ്റ് രാഷ്ട്രീയം, ധാർമ്മിക പ്രബോധനങ്ങളുടെ പ്രഭാഷണങ്ങൾ എന്നിവ ഒരേ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ മാറുന്ന ശൈലികൾ, ഇതൊരു പിൻവലിയലാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് പറയുന്നത്. ഈ പ്രതിഭാസങ്ങളൊക്കെ തന്നെ പത്രത്തിൻ്റെ സത്യം എന്ത് എന്നത് പറയാതിരിക്കലോ അസത്യം പ്രസരിപ്പിക്കലോ എന്നതിനപ്പുറം പോകുന്ന വിധത്തിൽ സത്യമെന്നൊന്നും ഉണ്ടോ എന്ന കാര്യം തന്നെ നമുക്ക് സംശയമാക്കി മാറ്റുന്ന, ദാറ്റ് ഈസ് എ വെരി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ സത്യം പറയുന്നോ അസത്യം പറയുന്നോ എന്നുള്ളതിനേക്കാൾ അപ്പുറം പോയിട്ട് ഈ പുകപൊടലം കൊണ്ട് മൂടപ്പെട്ടൊരു അന്തരീക്ഷത്തിൽ എന്തെങ്കിലും യഥാർത്ഥമായിട്ടുണ്ടോ എന്ന സംശയം നമ്മളിൽ ജനിപ്പിക്കുക എന്ന് പറയുന്നത് ജ്ഞാനസിദ്ധാന്തപരമായ എപ്പിസ്റ്റമോളജിക്കലായിട്ടൊരു ക്രൈസിസിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ജ്ഞാനമെന്നത് സാധ്യമാണോ, അറിവ് എന്നുള്ളത് സാധ്യമാണോ എന്ന തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതി. ഇതിന് സമാനമായി നിൽക്കുന്ന മറ്റനേകം വ്യവഹാരങ്ങൾ, ഇതെല്ലാം വലിയൊരു പിൻവലിയലായിട്ടാണ് കലാവിമർശം കാണുന്നത്. എന്തിൽ നിന്നുള്ള പിൻവലിയൽ? മുൻപുണ്ടായിരുന്ന പുരോഗമനപരമായ അന്ധവിശ്വാസങ്ങളെയും ജാതി അസമത്വങ്ങളെയും സാമൂഹികമായ അസമത്വങ്ങളെയും ഒക്കെ അതിക്രമിച്ചു പോകാനുള്ള സാധ്യതകൾ തുറന്ന കുറേ പ്രക്രിയകളിൽ നിന്നുള്ള പിൻവലിയലായിട്ടാണ് കലാവിമർശം കാണുന്നത്. കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തെ നിർവചിക്കാൻ വന്ന ശക്തമായ ഇടതുപക്ഷ സംസ്കാരത്തിൽ നിന്നുള്ള ഒരു പിൻവാങ്ങലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഇതാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സംസ്കാര പഠനത്തിൻ്റെയും സംസ്കാര വിമർശത്തിൻ്റെയും അതിൻ്റെ അർത്ഥ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കട്ടെ, ഞാൻ ആ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകുന്നില്ല. ഇവർ കലാവിമർശത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സംസ്കാര വിമർശം എന്നാണ്, പഠനമെന്നല്ല. വിമർശം എന്ന് പറയുന്നതിൽ ഒരു ഏജൻസി ഉണ്ട്, ഒരു കർത്തൃത്വമുണ്ട്. ആ കർത്തൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒന്നിനെ വിമർശിക്കുകയും ആ വിമർശിക്കുന്ന പ്രതിഭാസത്തെ ഉല്ലംഘിച്ചു പോകുവാനുള്ള, അത് നൽകുന്ന അല്ലെങ്കിൽ അത് പ്രദാനം ചെയ്യുന്ന ഒരാവരണത്തെ തന്നെ പൊളിച്ചെടുക്കുവാനുമുള്ള സാധ്യതയാണ് വിമർശത്തിലൂടെ വരുന്നത്. ഈ വിമർശം എന്നത് വളരെ ഞാൻ പറയാറുണ്ട്, ക്രിറ്റിസിസം ഈസ് എ വൈൽഡ് ബീസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഈ ക്രിറ്റിസിസത്തിൻ്റെ, ഇപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസത്തിൻ്റെ സ്വഭാവം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ബൂമറാങ് പോലെയാണ്. ഈ ഓസ്ട്രേലിയക്കാർ ഉപയോഗിക്കുന്ന ബൂമറാങ് ഉണ്ട്. അത് ഇങ്ങനെ കയ്യിൽ നിന്ന് വിട്ടാൽ എന്തിനു നേരെയാണോ എന്തിനെ ലാക്കാക്കിയാണോ അത് വിട്ടിരിക്കുന്നത്, ആ ലാക്കിനെ, ആ ലക്ഷ്യത്തെ ഭേദിച്ചുകൊണ്ട് തിരിച്ച് ഇത് വിക്ഷേപിച്ച ആളുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തും. പക്ഷെ അതിൽ ചെറിയൊരു പാകപ്പിഴ ഉണ്ടായാൽ ലാക്ക് അതല്ല, സ്വന്തം കഴുത്തായി മാറാൻ പറ്റുമെന്നുള്ള അപകടവും അതിനകത്ത് നിൽക്കുന്നുണ്ട്. വിമർശനവും ഇത്തരത്തിലുള്ള ഒരായുധമാണ്. ഏത് വിമർശനവും, എന്നിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട വിമർശനം കുറച്ചു കഴിഞ്ഞാൽ അത് പുറംതിരിഞ്ഞ് ഇങ്ങോട്ട് വരുമെന്നും എന്നെ തന്നെ വിമർശനത്തിന് വിധേയമാക്കപ്പെടുമെന്നും നാം ആലോചിക്കേണ്ട കാര്യമുണ്ട്. പോസ്റ്റ് കൊളോണിയലിസത്തിൻ്റെ കാര്യം, അധിനിവേശാനന്തര വിമർശത്തിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. ആദ്യകാലങ്ങളിൽ അധിനിവേശം നടത്തിയിരുന്ന കോളനൈസേഴ്സിനെ കുറിച്ചാണ് വിമർശനം ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ആ വിമർശനം ഒരു പടി കടന്ന്, രണ്ട് പടി കടന്ന് അതിനകത്ത് അസമത്വങ്ങളും അതിനകത്ത് നിർലീനമായി നിൽക്കുന്ന പേട്രിയാർക്കിയും അതിനകത്ത് പിതൃാധിപത്യവും അതിനകത്ത് വേറെ തലത്തിൽ നിൽക്കുന്ന വിഭജനങ്ങളുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള ബോധമുണ്ടായി വരുന്നതിന് തുല്യമായി തന്നെ ഇത്തരം അംശങ്ങൾ സ്വന്തം സംസ്കാരത്തിലില്ലേ എന്ന് സ്വയം ചോദിക്കാനുള്ള പ്രചോദനമായി അത് തിരിഞ്ഞു വരുന്നുണ്ട്. ആ തിരിഞ്ഞു വരുന്നതോടുകൂടിയാണ് പോസ്റ്റ് കൊളോണിയാലിറ്റിയിൽ ഭാരതീയമാണെങ്കിലും പാശ്ചാത്യമാണെങ്കിലും ആഫ്രിക്കനാണെങ്കിലും സൗത്ത് അമേരിക്കൻ ആണെങ്കിലും സ്വന്തം സംസ്കാരത്തിൻ്റെ, സ്വന്തം സമൂഹത്തിൻ്റെ തന്നെ ഒരു വിമർശത്തിലേക്ക് അത് തിരിഞ്ഞു പോകുന്നത്. വിമർശം എന്ന വാക്കിവിടെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇത് തന്നെയാണ്. പഠനം എന്നത് ഞാൻ മാറി നിന്ന് പഠിക്കുന്ന ഒന്നാവുമ്പോൾ, സബ്ജക്റ്റ് ഓബ്ജക്റ്റ് എന്നുള്ള കർത്താവ് കർമ്മം എന്നുള്ള രീതിയിലുള്ള വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് ഞാൻ മാറി നിന്ന് പഠിക്കുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ വിമർശത്തിൽ ആ മാറി നിൽക്കൽ സാധ്യമല്ല. ഞാൻ കൂടി ഉൾപ്പെട്ട, ഞാൻ ഉള്ളിൽ നിൽക്കുന്ന, ഇമ്മനൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഞാൻ കൂടി ഉൾപ്പെട്ട, എന്നെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ആ വ്യവസ്ഥയെ വിമർശിക്കുമ്പോൾ ഞാൻ എനിക്ക് പുറമേയുള്ള ഒന്നിനെ അല്ല വിമർശിക്കുന്നത്, എനിക്ക് അകമേയുള്ള ഒന്നിനെ കൂടിയാണ്, എന്നെ കൂടിയാണ്, നമ്മെ കൂടിയാണ് എന്ന ബോധത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇത് പ്രധാനമാവുന്നത്. തസ്ലീമയോട് ഞാനിതെന്ന് പറയലുണ്ടായി. തസ്ലീമയുടെ വർക്കിൽ
ആ പറയുന്ന ഒരു ഇമ്മനൻസ് എന്ന് പറയുന്നത് അതിനകത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ മാറി നിന്നുകൊണ്ടുള്ള വർക്കല്ല എന്നത്. അപ്പോൾ ഈ ഒരു വിമർശം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ പഠനമല്ല, ഇറ്റ്സ് നോട്ട് കൾച്ചറൽ സ്റ്റഡീസ് ബട്ട് കൾച്ചറൽ ക്രിട്ടീക്ക്, കൾച്ചറൽ സാംസ്കാരിക വിമർശം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയുണ്ട്. പിന്നീട് ഈ ഒരു വിമർശത്തിൻ്റെ സംസ്കാരത്തിൽ വളരെ പ്രധാനമായി മാറി ഇതിൽ ഒരു കാര്യം, ഇത് കേൾക്കുമ്പോൾ തന്നെ കലാവിമർശം നോക്കുന്നവർക്കും ഒരു കാര്യം വ്യക്തമാവും. അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അന്ന് ഉയർന്നു പൊങ്ങി വന്നുകൊണ്ടിരുന്ന, അന്ന് ശക്തമായി കൊണ്ടിരുന്ന ഒരു ഹിന്ദു വർഗീയതയുടെ, ഹിന്ദു ഹൈന്ദവികതയുടെ, പിന്നെ ഹിന്ദുത്വ എന്ന് പേര് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു 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 പ്രതിഭാസത്തിൻ്റെ തുടക്കത്തിൻ്റെ കാലത്തിലാണ്. എനിക്കിന്നും ഓർമ്മയുണ്ട്, BA പഠിക്കുന്ന കാലത്ത് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ സ്വാമി ചിന്മയാനന്ദൻ്റെ ഗീതാജ്ഞാനയജ്ഞം നടക്കുന്നു. അപ്പോൾ വലിയ പന്തലും കെട്ടി ചുറ്റും എയർ കണ്ടീഷണറൊക്കെ വെച്ചിട്ട് വലിയ കേമമായിട്ടാണ് നടക്കുന്നത്. എറണാകുളം പട്ടണത്തിലെ ഏറ്റവും സമ്പന്നരും സാമൂഹികമായി ഉയർന്ന ശ്രേണികളിൽ നിൽക്കുന്നവർ ഗീതാജ്ഞാനയജ്ഞം കേൾക്കാൻ വളരെ വലിയ വലിയ കാറുകളിൽ പട്ടുസാരിയും കസവുമുണ്ടും ഒക്കെ ഉടുത്ത് അവർ പ്രബുദ്ധരാവാൻ വേണ്ടിയിട്ട് സർവം ത്യജിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിൽ വന്ന് അവിടെ ഇരിക്കുകയും ഗൗരവമായിട്ട് ഇത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ കർമ്മണ്യേവാധികാരസ്ഥ മഹാഫലേഷു കഥാചന എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കർമ്മം മാത്രം ചെയ്താൽ മതി എന്ന് കേട്ടുകൊണ്ട് നേരെ ഇംബാല കാറിൽ പോകുന്ന അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അതിൻ്റെ ഒരു സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ഇത് കണ്ട് രസിച്ച് ഞാനിങ്ങനെ ഒരു വശത്തുകൂടി രാമവർമ്മ ക്ലബിൻ്റെ മറ്റേ വശത്തേക്ക് പോകുമ്പോൾ അവിടെ TK രാമചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ TK രാമചന്ദ്രൻ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിത്തിരി നാണക്കേടായി. ഇത് ഞാൻ കേൾക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ ഇത് കേട്ടു എന്ന് സൂചിപ്പിച്ചാൽ മോശമാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉടൻ തന്നെ ബോധോദയം വന്നു, ആ TKയും അവിടെ ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. അല്ല, ഇതെന്താണെന്നൊന്ന് നോക്കിയതാ. എന്നിട്ട് എന്താ തോന്നണേ ചോദിച്ചു. ഓരോരുത്തർക്ക് വലിയ ആളാവാൻ വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാട്. എന്നിട്ടന്ന് TK പറഞ്ഞൊരു വാചകമുണ്ട്, ഇതാണ് നമ്മുടെ ഭാവി എന്ന് പറഞ്ഞു. ദിസ് ഇസ് അവർ ഫ്യൂച്ചർ. ഇത് ഭാവിയുടെ ചരിത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇന്നും അത് കൃത്യമായി മനസ്സിൽ ഓർമ്മയുണ്ട്. ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ എങ്ങനെ വർഗീയവൽക്കരിക്കാം, എങ്ങനെ ഹൈന്ദവവൽക്കരിക്കാം, എങ്ങനെ അവരറിഞ്ഞും അവരറിയാതെയും ഒരു പ്രത്യേക അധികാര വ്യവസ്ഥയുടെ അതിൻ്റെ ചിട്ടവട്ടങ്ങളിലേക്ക് അവരെ മാറ്റിയെടുക്കാം എന്നത് കൃത്യമായി മുൻകൂട്ടി കണ്ടിരുന്നു. TK ഏറ്റവും മഥിതനായിരുന്ന, ഏറ്റവും വ്രണിതനായിരുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു. ഒരുപക്ഷെ മറ്റാരേക്കാൾ ഉപരിയായി ഇതിനെക്കുറിച്ച് ഏറ്റവും അലർട്ടായിട്ട് നിന്നിരുന്ന ആൾ TK ആയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കാഴ്ചയുടെ കോയ്മയിലൊക്കെ ഈ ഒരു ആശയമാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും ഒടുവിൽ എത്ര സൂക്ഷ്മമായി ഇത് കാണുന്നു എന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ സംസ്കാര വിമർശം ചില കുറിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതിൻ്റെ ഒരു അപ്പൻഡിക്സിൽ ഒരു ദിക്കിൽ കൊടുക്കുന്നുണ്ട്. വളിച്ച സാമ്പാറിന് വാസനയാകുമ്പോൾ മത്സ്യത്തിനെങ്ങനെയാണ് മണമായി മാറുന്നത് നമ്മുടെ ഭാഷയിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാമ്പാർ വളിച്ചാൽ അത് ദുർഗന്ധമാവില്ല, അത് സാമ്പാർ വളിച്ച ഒരു വാസന എന്നേ പറയുള്ളൂ. പക്ഷെ മത്സ്യത്തിന് ദുർഗന്ധമാണ്, അത് മണമാണ്, മത്സ്യത്തിൻ്റെ നാറ്റം ആയിട്ടാണ് കണക്കാക്കുക. ഈ ഭാഷയുടെ അകത്ത് തന്നെ നിൽക്കുന്ന വളരെ കൃത്യമായ സാമുദായികമായ വിഭജനങ്ങളും, ഒന്ന് ഉപരി, ഒന്ന് താഴെ, ഒന്ന് ഉത്കൃഷ്ടം, ഒന്ന് നീചം എന്ന് പറയുന്ന ഇത്തരം വ്യാവഹാരികമായ രൂപങ്ങൾ, അത് രൂപങ്ങളാണ്, ഫോംസാണത്. അത്തരം രൂപങ്ങൾ എങ്ങനെ ഭാഷയ്ക്കകത്ത് തന്നെ കൃത്യമായി നിർമ്മിച്ച് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വ്യക്തമായ സൂക്ഷ്മമായ പഠനങ്ങൾ അതിൽ വരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ആ കാലത്ത് ഇവിടെയും, അല്ലെങ്കിൽ സംസ്കാര വിമർശം എന്നുള്ളത് പാശ്ചാത്യ നാടുകളിലും ആരംഭിച്ചത് വളരെ കൃത്യമായ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ആ രണ്ട് ശ്രമങ്ങളിലും ഒരുപക്ഷെ നമുക്ക് രണ്ടഭാവങ്ങൾ ഇന്ന് ദർശിക്കാൻ കഴിയും. കലാവിമർശത്തിൽ ഒരു സ്ത്രീ എഴുത്തുകാരി പോലും ഇല്ല എന്നത് വാസ്തവമാണ്. സ്ത്രീപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സാധ്യതകളെക്കുറിച്ച്, സ്ത്രീകളുടെ മുകളിലുള്ള അധികാരവാഴ്ചയെക്കുറിച്ച്, അവരുടെ പുറത്തുള്ള
ഭരണക്രമത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റേതുമായ ഈ ഈ അവരെ അടിയാളരാക്കുന്ന ആ സ്വഭാവം എന്ത് എന്ന രീതിയിലുള്ള പഠനങ്ങൾ ഒന്നുമില്ല. അതേപോലെ തന്നെ ദളിത് കീഴാള വംശജരുടെ അവസ്ഥയെക്കുറിച്ച് ചെറിയ സാധ്യതകൾ അതിനകത്ത് വരുമ്പോഴും ഗഹനമായ പഠനങ്ങൾ അതിനകത്തില്ല. അത് ചരിത്രപരമായ ഒരു അഭാവം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പിന്നീടാണ് ഒരുപക്ഷെ സ്ത്രീ പഠനത്തിൻ്റെ സാധ്യതകൾ ഉയർന്നു വരികയും, ഞാനത് വളരെ വിശദമായിട്ടത് ഡോക്യുമെൻ്റ് ചെയ്ത് തന്നെ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. കാരണം അത് പ്രത്യേകിച്ച് മാനസിയും ഒക്കെ ഉണ്ടായി വന്ന ഒരു കാലത്ത് കേരളത്തിൽ സ്ത്രീപക്ഷ ചിന്ത വികസിച്ചു വരികയും കുടമാളൂര് നാടക ശില്പശാല നടക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടും പെണ്ണെഴുത്ത് എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടായി വരികയൊക്കെ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് അത് വരുന്നത്. പക്ഷേ അത് വലിയ തരത്തിലുള്ള സ്വാധീനം ചെലുത്തുകയുണ്ടായി ഈ സംസ്കാര വിമർശത്തിൽ തന്നെ. കാരണം ഒരുപക്ഷെ ഒരു മാർക്സിസ്റ്റ് ചിന്താഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക വ്യവസ്ഥയാണെന്നും വർഗപരമായ വിശകലനമാണെന്നും ഉള്ള ചിന്തയിൽ നിന്നും വർഗപരമായ വിശകലനത്തിലേക്ക് ചുരുക്കാൻ കഴിയുന്ന ഒന്നല്ല ജെൻഡേർഡ് ആയിട്ടുള്ള ലിംഗപരമായ വിവേചനം എന്നും അതിന് തുടർച്ചയായി തന്നെ ജാതിപരമായ വിവേചനം കേവലം വർഗവിവേചനത്തിൻ്റെ ഒരു സബ്സെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഘടകം മാത്രമായിട്ട് കാണാൻ കഴിയുന്നതല്ല എന്ന വളരെ സൈദ്ധാന്തികം എന്ന് പറയാവുന്ന ഉൾക്കാഴ്ചകളിലേക്ക് അത് നയിക്കുകയും അത്തരത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫെമിനിസത്തിൻ്റെ ആണെങ്കിലും ദളിത് വിമർശനത്തിൻ്റെ ആണെങ്കിലും കലാവിമർശത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട തുറസ്സുകൾ ഉണ്ടായിരിക്കുന്നതും പ്രധാനമായും അക്കാഡമിക്സിന് പുറമേ നിന്നാണ്. അല്ലാതെ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ അല്ല ഉണ്ടായിട്ടുള്ളത്. അധ്യാപകരായ ചിലർ ഇതുമായി ചേർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരധ്യാപകരായതുകൊണ്ടല്ല, ഒരുപക്ഷെ ഇംഗ്ലീഷിൽ പറയും നോട്ട് ബിക്കോസ് ഓഫ് ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് പറയും. അതായത് അധ്യാപകരായതുകൊണ്ടല്ല, അധ്യാപകരായിട്ടും അങ്ങനെ ആയി മാറിയ ഒരവസ്ഥയാണ്. അതിന് മറ്റൊരു ആക്ടിവിസത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹികമായ ബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി അതിനകത്തുണ്ടാവും. ഇതിൽ ഒരു ചെറിയ ഭാഗം എനിക്ക് വായിക്കേണ്ടതാണ്. കാരണം ചരിത്രം പലപ്പോഴും ഇത് വേണ്ട പോലെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. സെപ്റ്റംബർ 1992 കുടമാളൂരിൽ 20-21 തീയതികളിൽ നടന്ന സ്ത്രീ സാഹിത്യ ക്യാമ്പ്, വളരെ രസകരമാണത്. സാഹിത്യ ക്യാമ്പ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. സ്ത്രീ പഠന കേന്ദ്രം നടത്തിയിരിക്കുന്ന സാഹിത്യ ക്യാമ്പിൽ കൂത്താട്ടുകുളം ഹൈസ്കൂളിലാണ് അത് നടന്നത്. അവർ അതിൻ്റെ ഭാഗമായി ഇറക്കിയ ആ ഡോക്യുമെൻറ്റിൽ പറയുന്ന ഒരു ചെറിയ സംഗതി, പാരമ്പര്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും പേരിൽ അവതരിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഇന്നത്തെ സംസ്കാരം സമൂഹത്തെ ജീർണവും പ്രതിലോമകരവുമായ ഒരവസ്ഥയിലേക്കാണ് നയിക്കുന്നത്. ആധിപത്യവും വിധേയത്വവും ഊട്ടിവളർത്തുന്ന ഈ സംസ്കാരം സംഘടിതമായി ആക്രമിക്കുന്നത് സ്ത്രീകളെയാണ്. വളരെ വളരെ ബ്ലണ്ടായിട്ട് കൃത്യമായി കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, സംസ്കാരം എന്നൊരു സംജ്ഞ ആ രീതിയിൽ എടുത്തു മുന്നോട്ട് വയ്ക്കുന്ന സംസ്കാരം ആസ് എ പ്രോബ്ലമാറ്റിക് കാറ്റഗറി എന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തൽ, ഒരു തിരിച്ചറിവ്, ഈവൻ കലാവിമർശത്തിൽ പോലും ഇല്ലാത്ത ഒരു തിരിച്ചറിവ് ഈ കുടമാളൂർ സ്ത്രീ പഠന കേന്ദ്രത്തിൻ്റെ ഈ ഡോക്യുമെൻറ്റിലുണ്ട്. അത് വലിയൊരു മുന്നേറ്റമാണ് എന്ന് പറയേണ്ടി വരും. കാരണം സംസ്കാരം എന്നുള്ളത് സമഗ്രതയാർന്ന ഒരു മേഖലയായിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് വ്യത്യസ്തമായ ധാരകളുണ്ട് എന്നും അവയ്ക്ക് രൂപപരമായ സവിശേഷതകളുണ്ട് എന്നും അവയെ ഒന്നിനെയും സാഹിത്യത്തിലേക്ക് ചുരുക്കാൻ കഴിയുകയില്ല എന്നും സാഹിത്യത്തെ തന്നെ ഇന്നു പഠിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി പഠിക്കേണ്ടതുണ്ട് എന്നും സാഹിത്യത്തെ സംസ്കാര പഠനത്തിൻ്റെ സംസ്കാര വിമർശനത്തിൻ്റെ രൂപമാതൃകകളിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടതുണ്ട് എന്നും പറയുന്നൊരു ബോധം അവിടെ വരുന്നുണ്ട്. ഇതിന് തുടർച്ചയായിട്ടാണ് പിന്നീട് അല്ലെങ്കിൽ മറ്റൊരു ധാരയായിട്ടാണ് ദളിത് വിമർശനത്തിൻ്റെ വരുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ദളിത് വിമർശനത്തിൻ്റെ കാര്യത്തിലും അതെ, പ്രധാനമായും ഒരു അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി അത് ആക്ടിവിസവും ദളിത് സംഘടനകളുടെയും മറ്റും ശ്രമഫലമായിട്ടാണ് പ്രധാനമായും ഇത് വരുന്നത്. ഇതെല്ലാം
സർവകലാശാലകളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അതിനും ചെറിയ കുറ്റം എനിക്കുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം കേരളത്തിലെ സർവകലാശാലയിൽ സംസ്കാര പഠനം എന്ന് പറയുന്ന ഒരു സംഗതി ആദ്യം ആരംഭിക്കുന്നത് കോഴിക്കോട് സർവകലാശാലയിലാണ്. ടി കെ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ടി കെയും ഞാനും കൂടി ചേർന്ന് 1996 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫോറം ഫോർ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സംഗതി ആരംഭിക്കുന്നു. അന്ന് സെൻറ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് എന്നത് ആരംഭിക്കാൻ പറ്റില്ല എന്ന് സർവകലാശാല പറയുകയും, കാരണം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ വലുതാണ് എന്നൊരു കുയുക്തിയാണ് പറഞ്ഞത്. പിന്നീട് അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളിലും ആളുകളെക്കാളിലും ചെറിയ സെൻറ്ററുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് അത് സമ്മതിച്ചില്ല. എന്ന് മാത്രമല്ല, അന്ന് നമ്മളത് ആരംഭിച്ചത് വിസിറ്റേഷൻസ് ഓഫ് ദ പാസ്റ്റ്, റിവൈവലിസം ആൻഡ് പോപ്പുലർ കൾച്ചർ എന്ന ഒരു സെമിനാർ വെച്ചിട്ടാണ്. പുനരുദ്ധാനം ആൻഡ് പോപ്പുലർ കൾച്ചർ, പൊതു സംസ്കാരം എന്നുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ജനപ്രിയ സംസ്കാരം എന്ന നിലയ്ക്ക്, അത് ഭൂതകാലത്തിൻ്റെ വിരുന്നുകൾ എന്ന നിലയ്ക്കാണ് അതിനെ കണ്ടത്. പക്ഷേ ആ ഒരു സെമിനാറിന് വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാരണം അതിൽ അക്കാദമിക്കുകൾ മാത്രമല്ല, അക്കാദമിക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷേ മറ്റനേകം ആളുകൾ, ട്രേഡ് യൂണിയൻ പ്രവർത്തകർ, പുറമേ നിന്നുള്ള പല ആളുകളും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനും സംവേദനം ചെയ്യുവാനും, അന്ന് ശ്രീവത്സൻ അവിടെ ഉണ്ടോ, 96 ആയിട്ടുള്ളൊരു വളരെ കോമ്പാറ്റീവായിട്ടുള്ള ഒരു 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 എന്താ പറയുക, സംഘർഷാത്മകമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് അതന്ന് നടന്നത്. കാരണം തുടക്കത്തിൽ തന്നെ പ്രോ വൈസ് ചാൻസലർ വന്ന് പറഞ്ഞു, ഇത് യൂണിവേഴ്സിറ്റിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, യൂണിവേഴ്സിറ്റി കൈ കഴുകുന്നു, ഇത് നടത്തുന്ന ചില ആളുകളുടെ സവിശേഷമായ രാഷ്ട്രീയ കാഴ്ചക്കുറവിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറുപടിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ന് സുഹൃത്തുക്കളായി മാറിയിട്ടുള്ള, പിന്നീട് അധികം താമസിയാതെ സുഹൃത്തുക്കൾ ആയി മാറിയിട്ടുള്ള പല ഗവേഷകരും അന്ന് വളരെ ശക്തമായിട്ട് ഇതിനെ എതിർക്കുകയും ഒക്കെ ഉണ്ടായി. KN പണിക്കർ, മറ്റേ പി ഗോവിന്ദപിള്ള, ശശികുമാർ, ചിന്തരവി, സക്കറിയ അന്ന് ആണ് ആദ്യമായിട്ട് ഈ ബുദ്ധിജീവികൾക്ക് എന്ത് പ്രയോജനം എന്നുള്ളത് അവിടെ വെച്ചിട്ടാണ് ചോദിച്ചത്. അദ്ദേഹം അന്ന് ബുദ്ധിജീവികളെ മാധ്യമങ്ങളായിട്ടാണ് കണക്കാക്കിയത്. ദേ ആർ മീഡിയ ത്രൂ വിച്ച് ഐഡിയാസ് ആർ പ്രോപ്പഗേറ്റഡ്. അപ്പോൾ ആ മാധ്യമങ്ങൾ, ആശയങ്ങൾ വിനിമയം ചെയ്യുന്ന മാധ്യമങ്ങളാണ് ബുദ്ധിജീവികൾ എന്നുള്ള നിലയ്ക്ക് മീഡിയ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചത്. പിന്നെ സക്കറിയയ്ക്ക് എങ്ങനെ വേണമെങ്കിലും ആടിനെ പട്ടിയാക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഭാഷയുടെ ഒരു കഴിവുണ്ടല്ലോ, അത് ഗംഭീരമായിട്ടൊരു പ്രസൻറ്റേഷനായിരുന്നു. പക്ഷേ അന്നാണത് തുടങ്ങുന്നത്. ആക്ച്വലി തൊട്ടു പിന്നാലെ 97 സംസ്കൃത സർവകലാശാലയിൽ സെൻറ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് വന്നു. അപ്പോഴേക്കും ആ കാലത്തിന് ശേഷം പടിപടിയായി കൾച്ചറൽ സ്റ്റഡീസ് എന്നത് ഒരു വളരെ ആശാവഹമായ, നല്ല ഹോപ്പ്ഫുള്ളായ, കുട്ടികൾക്ക് പുതിയ രീതിയിലുള്ള ഗവേഷണം നടത്താൻ സാധ്യതയുള്ള, സാഹിത്യത്തിൽ നിന്നും മാറിക്കൊണ്ട് സിനിമയെക്കുറിച്ചും പൊതു സംസ്കാരത്തെക്കുറിച്ചും ഭക്ഷണക്രമങ്ങളെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങൾ നടത്താനുള്ള ഒരു തുറസ്സായിട്ട് മനസ്സിലാക്കുകയും, ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ സാധാരണയായിട്ട് ഏതൊരു PhD സ്റ്റുഡൻറ്റും വന്ന് പറയും എനിക്ക് കൾച്ചറൽ സ്റ്റഡീസിലൊരു PhD ചെയ്യണം എന്ന് വന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്കെത്തി. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് PhD ചെയ്യേണ്ടതെന്നുള്ളതല്ല, കൾച്ചറൽ സ്റ്റഡീസിലൊരു PhD ചെയ്യണം. അപ്പോൾ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഇൻ തിങ് എന്ന് പറയില്ലേ, ഫാഷനിലൊക്കെ പറയില്ലേ, ഇപ്പോൾ കുറേ കാലം ബെൽ ബോട്ടമായിരുന്നു, പിന്നെ വേറെ രീതിയിലായി മാറി. ഇന്നത്തെ ഫാഷൻ എന്ന് പറഞ്ഞാൽ അത് കൾച്ചറൽ സ്റ്റഡീസായിട്ട് മാറിയിട്ടുള്ളൊരവസ്ഥ. മിക്ക കുട്ടികൾക്കും കൾച്ചറൽ സ്റ്റഡീസ്, അതോടൊപ്പം ഫിലിം സ്റ്റഡീസ്, ഈ ഒരു രീതിയിലേക്ക് ഇത് മാറി വന്നു. ഈ മാറി വന്നതിൻ്റെ ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് ഇന്ന് ഈ 96 തുടങ്ങുകയും എൻ്റെ വർക്ക് പല രീതികളിൽ സംസ്കാര പഠനവും സംസ്കാര വിമർശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും ഇന്ന് എന്നോട് സംസ്കാര പഠനത്തിനുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമില്ലാതിരിക്കുകയാണ് എനിക്ക് താല്പര്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പങ്കാളിയാണ് എന്ന കുറ്റസമ്മതത്തോടു കൂടി തന്നെ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൽ അറിഞ്ഞോ അറിയാതെയോ ഞാനും കുറ്റവാളിയാണ് എന്ന സമ്മതത്തോടു കൂടി തന്നെ പറയട്ടെ, ഇന്ന് എന്നോട് ചോദിച്ചാൽ സംസ്കാര പഠനം തുടരേണ്ടതില്ല ഇന്നത്തെ നിലയ്ക്ക് എന്ന് ഞാൻ പറയും. അതിന് കാരണങ്ങൾ ഇതാണ്. അതിൻ്റെ കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫലിതത്തിലൂടെ പറയാം. ഏത് യൂണിവേഴ്സിറ്റിയിലെയാണെന്ന് പറയില്ല,
പക്ഷേ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ബോട്ടണി അധ്യാപകൻ്റെ കീഴിൽ നടന്ന ഗവേഷണത്തെക്കുറിച്ച് പറയുന്നൊരു ഫലിതമുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആദ്യം നടന്ന ഗവേഷണം വയനാട് ജില്ലയിലെ തെങ്ങുകൾക്ക് വരുന്ന കീട ഉപദ്രവവും അതിനു വേണ്ടിയുള്ള പരിഹാരവും എന്ന രീതിയിലായിരുന്നു. പലതരത്തിലുള്ള ബാക്ടീരിയയുടെ ആക്രമണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യത്തെ ഗവേഷണ തീസിസ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തത് വന്നു, വയനാട് ജില്ല കഴിഞ്ഞ സ്ഥിതിക്ക് മലപ്പുറം ജില്ലയിലെ തെങ്ങുകൾക്ക് വരുന്ന കീടനാശവും അതിൻ്റെ പരിഹാരവുമായിരുന്നു. മൂന്നാമത്തേത് അത് കണ്ണൂർ ജില്ലയിലുള്ള തെങ്ങുകളുടെ രോഗവും പരിഹാരവുമായിരുന്നു. ബോട്ടണിയിലല്ല ഇത് കൂടുതൽ നടക്കുന്നത്, ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് ഇന്ന്. കാരണം ഒരേ സംജ്ഞകൾ ഉപയോഗിച്ച്, ഒരേ സങ്കല്പനങ്ങൾ ഉപയോഗിച്ച്, ഒരേ വിമർശന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അവയെ കേവലം അക്കാഡമിക്കായിട്ടൊരു മെത്തഡോളജിയിലേക്ക് ചുരുക്കി തിയറി എന്ന് പറയുന്നതിനെ ഏതോ നിലയ്ക്ക് ഒരു ഫൈനൽ സൊല്യൂഷൻ, ദ ലാസ്റ്റ് ഫ്രോണ്ടിയർ എന്ന രീതിയിൽ അന്തിമമായ പരിഹാരമായിട്ട് തിയറിയെ വളരെ എക്ലക്റ്റിക്കായിട്ട് എടുത്തുകൊണ്ട് ഒന്നിനു ശേഷം മറ്റൊന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഒരു പറ്റം സിനിമകളെടുത്ത് അതിൽ പിതൃാധിപത്യവും അതിൽ ദളിത് ഒപ്രഷനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികൾ വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നതിൻ്റെ പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അല്ല വിഷയം. പക്ഷേ എന്താണ് അതിൽ പുതുതായിട്ട് വരുന്നത്? വളരെ ഗൗരവമായിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പേട്രിയാർക്കിയെക്കുറിച്ചുള്ള പഠനങ്ങൾ, അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യലായിട്ടുള്ള മാർക്കറ്റ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങൾ, എങ്ങനെ സംസ്കാരത്തിൽ വരുന്നു എന്നുള്ള പഠനങ്ങൾ, അല്ലെങ്കിൽ ദളിത് വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഈ പഠനങ്ങളിൽ ഇവിടുത്തെ അനുഭവങ്ങളിൽ നിന്നും മുന്നോട്ട് പോയിക്കൊണ്ട് ഈ അനുഭവങ്ങളിലൂടെ സവിശേഷമായ ഒരു സൈദ്ധാന്തീകരണം നമുക്ക് സാധിക്കുന്നുണ്ടോ? അത്തരമൊരു തിയറി നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? മുന്നേ എഴുതി വച്ചിരിക്കുന്ന, നമ്മൾക്ക് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളതാണ്. അത് ഞാനായിട്ടുണ്ടാക്കിയതല്ല. പലപ്പോഴും ഇത്തരം സിദ്ധാന്തങ്ങൾ വരുന്നത് അത് ഫുക്കോയിൻ്റെ ആവട്ടെ, അത് ഡെറിഡയുടെ ആവട്ടെ, അല്ലെങ്കിൽ ബോർജുവിൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും ഒടുവിൽ സിസക്കിൻ്റെ ആവട്ടെ. സിസക്കിന് പിന്നെ എന്താ പറയുന്നത്, ഇന്ന് എന്താ പറയുന്നത്, നാളെ എന്താ പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും അറിയില്ല. എന്തൊക്കെയോ പറയും, അതൊക്കെ കേമാണെന്ന് ഓരോരുത്തർ ധരിക്കും. അത് ഒരു ദിവസം ധരിച്ചതല്ല, പിറ്റേ ദിവസം ധരിക്കുക. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇദ്ദേഹത്തിനെയൊക്കെ ഫോളോ ചെയ്യാന്നുള്ളത്. ഫോളോ ചെയ്യണ്ട എന്നല്ല, പക്ഷേ ഇത്തരത്തിൽ സ്വീകൃതമായ കുറേ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വിശകലനങ്ങൾ വരുമ്പോൾ ദേ ബിക്കം മിയർലി ആപ്ലിക്കേഷൻസ്. തിരിച്ചൊരു ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു സിദ്ധാന്തം നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ ആ സിദ്ധാന്തത്തെ സ്വീകരിച്ച് നമ്മുടെ അനുഭവത്തെ പഠിക്കുമ്പോൾ ആ അനുഭവത്തിൽ നിന്നുള്ള നമ്മുടെ അറിവുകൾ ഉപയോഗിച്ച് ആ സിദ്ധാന്തത്തെ വിമർശിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. ആ സിദ്ധാന്തത്തെ വിമർശിക്കുവാനും ആ സിദ്ധാന്തത്തിൻ്റെ കുറവുകളോ അല്ലെങ്കിൽ പോരായ്മകളോ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ നമ്മുടേതായ അവസ്ഥയിൽ അതിന് വ്യത്യസ്തമായ മാതൃകകൾ സൃഷ്ടിക്കുവാനോ ഉള്ള ശ്രമം ഉണ്ടാകുന്നുണ്ടോ? പലപ്പോഴും 99% ഗവേഷണങ്ങളിലും ഇത് പൊങ്ങുതടി പോലെ നമുക്ക് തൊടാൻ കൊണ്ടുവന്ന 10 കൽപ്പനകളെ പോലെ അതവിടെ നിൽക്കുകയും അത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഉദാഹരണം, ദേശീയതയെക്കുറിച്ചുള്ള പഠനം. ദേശീയതയെക്കുറിച്ചുള്ള അനേകം പഠനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ അനേകം പഠനങ്ങൾ ദേശീയതയെക്കുറിച്ചുണ്ടായിട്ടുണ്ട്, ദേശരാഷ്ട്രത്തെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. ഇന്ന് വളർന്നു വരുന്ന ഒരു സവിശേഷമായ സാംസ്കാരിക ദേശീയതയെക്കുറിച്ച്, അതിൻ്റെ വളരെ സൂക്ഷ്മമായ തലത്തിലുള്ള അതിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ച് കൃത്യമായി സിദ്ധാന്തവൽക്കരിക്കുവാനുള്ള സാധ്യതയുള്ളൊരു കാലത്തും അത്തരമൊരു സിദ്ധാന്തമാണോ നാം ഉണ്ടാക്കുന്നത്? അതോ മറ്റേ ഏണസ്റ്റ് ഗെൽനറിൻ്റെയും മറ്റേ ബെനഡിക്റ്റ് ആൻഡേഴ്സിൻ്റെയും മറ്റും സിദ്ധാന്തങ്ങൾ സ്വീകരിക്കരുത് എന്നല്ല, സ്വീകരിച്ചുകൊണ്ട് അവയെ അപ്ലൈ ചെയ്യുന്നൊരു മാതൃകയിലേക്ക് നമ്മൾ ചുരുങ്ങുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം PhD കിട്ടും, അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർക്ക് പ്രൊമോഷൻ കിട്ടും, സാലറിയിൽ കൂടുതൽ ഇൻക്രിമെൻ്റ് കിട്ടും, അങ്ങനെയുള്ള പല സൗകര്യങ്ങളും ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട്, അതിലൊന്നും സംശയമില്ല. പക്ഷേ സംസ്കാര വിമർശം എന്നത് സാഹിത്യ വിമർശത്തിൻ്റെയോ അക്കാദമിക പഠനത്തിൻ്റെയോ ഇതുവരെയുള്ള ചരിത്രത്തിൽ നിന്നും അത് വ്യത്യസ്തമാകുന്നത്
രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അത് സമകാലത്തെ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട്. വലിയൊരളവോളം ചരിത്രത്തിൻ്റെ ഭാരം എന്നത് സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും മാനവിക വിഷയങ്ങളുടെയും ഭാരമായി മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇന്ന് നിൽക്കുന്നതിനെയല്ല പണ്ട് കഴിഞ്ഞു പോയതിനെയാണ് നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു രീതി നിലനിൽക്കുമ്പോൾ സംസ്കാര വിമർശം പ്രധാനമായി ശ്രമിച്ചത് ഇന്നിനെ പഠിക്കാനാണ്. നാം ഉൾപ്പെടുന്ന ഒരു ഇന്നിനെ, മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ഇന്നിനെ, ഒരു പ്രക്രിയാസ്വരൂപമുള്ള ഇന്നിനെ, ആ ഇന്നിനെ പഠിക്കുക എന്ന് പറയുന്നത് ജഡമായി നിൽക്കുന്ന അല്ലെങ്കിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന ലഭ്യമായ വസ്തുതകൾ വെച്ച് ഒരു ഭൂതകാലത്തെ പഠിക്കുന്ന രീതിയല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നിനെ പഠിക്കുക എന്നത് ക്ലിഷ്ടമായി മാറുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഇന്നിനെക്കുറിച്ച് പഠിക്കലും ഞാൻ കൂടി ഉൾക്കൊള്ളുന്ന, ഞാൻ കൂടി ഭാഗമായി മാറുന്ന ഒരു അനുഭവത്തെ മനസ്സിലാക്കുവാനുള്ള ശ്രമവും എത്ര കണ്ട് നടക്കുന്നുണ്ട് എന്നതാണ് ചോദ്യം. ഇല്ല എന്ന വാദത്തിനായി ഞാൻ പറയും. ആദ്യത്തെ ചോദ്യം അവിടെയാണ് പ്രസക്തമാവുന്നത്. സാംസ്കാരിക പഠനം കൊണ്ട് ഇന്ന് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ വ്യക്തികൾക്കുള്ള ചില സൗകര്യങ്ങൾക്കുള്ള പ്രയോജനം എന്നതിൽ കവിഞ്ഞ് അത് അകാദമികമായ ഒരു പ്രാക്ടീസ് എന്ന് പറയും. നിങ്ങൾ മൈദാസ് രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഐതിഹ്യങ്ങളിലുള്ള രാജാവാണ്. അദ്ദേഹം കാര്യമായി ദൈവങ്ങളോട് പ്രാർത്ഥിച്ച് ഒരു വരം ചോദിച്ചു, തൊടുന്നതെല്ലാം പൊന്നാവണം എന്നുള്ളത്. അവസാനം ആൾ കഷ്ടപ്പെട്ടു, തൊട്ടതെല്ലാം പൊന്നായി. ഭക്ഷണം തൊടുമ്പോൾ പൊന്നാവും, വെള്ളം തൊട്ടാൽ പൊന്നാവും, മകളെ തൊട്ടു, മകള് സ്വർണമായി മാറി. അവസാനം രക്ഷകെട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയെത്തി. അതിനൊരു മറ്റൊരു ഭാഷയുണ്ട്. തൊടുന്നത് പൊന്നാവും, വേറെ ചിലർ തൊട്ടതൊക്കെ വേറൊന്നാവും. അതെന്താ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. പൊന്നിൻ്റെ നിറം തന്നെയായിരിക്കും, പക്ഷേ മണവും ഗുണമൊക്കെ വ്യത്യാസമുണ്ടായിരിക്കും. അതേപോലെയാണ് ഇന്ന് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ അവസ്ഥ. അക്കാഡമിക്സ് വളർന്നു പറയും, മൈഡാസ് ടേൺഡ് ഇൻ ടു ഗോൾഡ് എവറിത്തിങ് ദാറ്റ് ഹി ടച്ച്ഡ്. അക്കാഡമിക്സ് ടേൺസ് ഇൻ ടു ഡെഡ് മെറ്റീരിയൽ എവറിത്തിങ് ദാറ്റ് ഇറ്റ് ടച്ചസ്. അത്തരത്തിലുള്ളൊരു മൃദത്വത്തിൻ്റെ, ജഡത്വത്തിൻ്റെ ഒരു സ്വഭാവം കൾച്ചറൽ സ്റ്റഡീസിലും കൊണ്ടുവന്നിട്ടുണ്ടോ അക്കാഡമിക്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തതിലൂടെ എന്ന ചോദ്യം ഗൗരവമായി ഇന്നത്തെ ഗവേഷകർ തീർച്ചയായും സംബോധന ചെയ്യേണ്ടതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ. അന്ന് ടി കെ രാമചന്ദ്രനും ചിന്തരവിയും സച്ചിദാനന്ദനും മറ്റും 80കളിൽ കലാവിമർശം എഴുതിയിരുന്ന കാലത്ത് അവർ എന്തിനെയാണോ ഭയപ്പെട്ടത്, എന്ത് സംഭവിക്കുമെന്നാണോ ഭയപ്പെട്ടത്, അത് മുഴുവനും ഇന്ന് സംഭവിച്ച അവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. നാം ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും നാം കാര്യമായി പറയുമ്പോൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ കേരളത്തിനകത്ത ചെറിയ അലോരസങ്ങളെ നമ്മൾ വലിയ പർവ്വതീകരിച്ച് എഴുതുമ്പോൾ, നമ്മൾ നിൽക്കുന്ന കാലിനടിയിലെ മണ്ണ് അതിഭീകരമായി ഒലിച്ചു പോകുന്നു എന്ന സത്യം നാം അംഗീകരിക്കുന്നില്ല. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറയും. ഈ മുറിക്കകത്തൊരു ആനയുണ്ട്, പക്ഷെ ആരും ആനയെ കാണില്ല. കണ്ടു എന്ന് നടിച്ചാലോ പിന്നെ ആനയെ അംഗീകരിക്കേണ്ടി വരും, ആനയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ കണ്ടില്ല എന്ന് നടിക്കുക നല്ലത്. അത്തരമൊരു ആനയാണ് ഇന്ന് നമ്മുടെ മുറികളിൽ, നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. ആ ആന എന്നത് ടി കെ രാമചന്ദ്രനോ അല്ലെങ്കിൽ ആ കാലത്തെ ആളുകളോ ചിന്തിച്ചതിൽ നിന്നും എത്രയോ ഭീമാകാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൻ്റെ സമസ്ത സുഷിരങ്ങളിലേക്കും സമസ്ത അനുഭവതലങ്ങളിലേക്കും വ്യക്തിബന്ധങ്ങളിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും ഞാനെന്ന ബോധത്തിലേക്കും ഒക്കെ അതിക്രമിച്ച് കയറിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ പാടെ മാറ്റുന്ന ഒരു സാഹചര്യത്തിൽ സംസ്കാര വിമർശത്തിന് അതിൽ നിന്നും മുഖം തിരിച്ച് നിൽക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ആ സംസ്കാര വിമർശം ജയിപ്പുതാകാം. നമസ്കാരം.